Hello, ladies and gentlemen. Sri here. Guys. Welcome back to the podcast. ആദ്യമായിട്ട് വരുന്നതാണെങ്കിൽ വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. ഗ്രേപ്പ് ജ്യൂസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മൾ ലെസർ നോൺ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ടി വിയിൽ, ജീവൻ ടി വിയിൽ, ജനം ടി വിയിൽ ഒക്കെ വരാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കും. അതുപോലെ തന്നെ എന്താ പറയുന്നത്, ചിലവർക്ക് അത് കോൺസ്പിറസീസ് ആയിരിക്കാം, വൈൽഡ് തിയറീസ് ആയിരിക്കാം. പക്ഷെ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നവർക്കും സെർച്ച് ചെയ്യുന്നവർക്കും ഇത് രണ്ടും അല്ലാതാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയാം. തുടങ്ങുന്നതിന് മുമ്പ് ടേക്ക് ദിസ് ആസ് ആൻ എന്റർടൈൻമെന്റ് പോഡ്കാസ്റ്റ്. അതേപോലെ വി ഹോപ്പ് വി ആർ റോങ്. അതെ, വി ഹോപ്പ് വി ആർ റോങ്. ഇത് ഞങ്ങളുടെ ഫൈൻഡിങ്സും ഞങ്ങളുടെ തിയറീസും ആണ്. നിങ്ങളെ ഇതിനെപ്പറ്റി അന്വേഷിക്കാനും നിങ്ങളെ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യാനും സ്വന്തമായിട്ടൊരു കൺക്ലൂഷനിൽ എത്താനും ഹെൽപ്പ് ചെയ്യുന്നൊരു നൂറുകണക്കിന് ഫാക്ടേഴ്സിൽ ഒന്ന് മാത്രമാവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചുമ്മാ കണ്ടിരിക്കുക, റിസർച്ച്. ഗൈസ്, വേൾഡ് ഈസ് ഗോയിങ് ക്രേസി റൈറ്റ് നൗ. ഞാൻ അങ്ങനെ ക്രേസി എന്ന് പറയാൻ കാരണം സ്മോൾ നേഷൻസ് ആർ ഗെറ്റിംഗ് ലെഫ്റ്റ്. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ന്യൂസസും BBC-യും നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും പറയണ എന്താ പറയണേ, ഇപ്പം ആണോ യുദ്ധത്തിലേക്കൊന്നോ. ഇറ്റ്സ് നോട്ട്. എൻ്റെ ഒരു അനാലിസിസ് ആണ്. ഒരു ഫുൾ സ്കെയിൽ വാറിലേക്കൊന്നും എസ്കലേറ്റ് ചെയ്യില്ല. പക്ഷേ ചെറിയ ചെറിയ കോൾഡ് വാർസ് ബ്രേക്ക് ഔട്ട് ചെയ്യും. ചെറിയ കോൾഡ് വാർസ് എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യങ്ങളുണ്ടല്ലോ, ദേ ഹാവ് ബീൻ ടെർമോയിലിംഗ് വിത്ത് ദി എലീറ്റ്സ്, അല്ലെങ്കിൽ വേൾഡ് പവർ ഓർഡേഴ്സിനായിട്ട് ചൊറിയുന്നവന്മാരെ അവന്മാരുടെ കാര്യത്തിലൊക്കെ തീരുമാനം. ഫോർ എക്സാമ്പിൾ ഇറാന്റെ കാര്യത്തിൽ തീരുമാനവും, വെനസ്വേല പോയി, ക്യൂബ പോവും, പാകിസ്ഥാൻ പോവും, ഉക്രൈൻ്റെ കാര്യത്തിൽ തീരുമാനം പോവും. ഈ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോപ്പ് ജി പറഞ്ഞ ഒരു സാധനത്തിലോട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ പുള്ളി പലപ്പോഴും പറയും 2025 ഈസ് യുവർ ഇയർ. വർക്ക് ചെയ്തോ ഇല്ലെങ്കിൽ നീ താഴെ പോകും. ദിസ് ഈസ് യുവർ ലാസ്റ്റ് ഇയർ ടു ഗെറ്റ് റിച്ച് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ലോകരാജ്യങ്ങൾക്കും. ഇനിയും ഒരു മിഡിൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഡെവലപ്പിംഗ് നേഷൻസ് ഉണ്ടാവില്ല. ദർ വിൽ ബി റിച്ച് എലൈറ്റ് രാജ്യങ്ങൾ, ദർ വിൽ ബി പുവർ രാജ്യങ്ങൾ. നടുക്ക് നിന്നിരുന്ന 2-3 രാജ്യങ്ങൾ, ഇന്ത്യ, ബ്രസീൽ, ചൈന എന്നുള്ളവരൊക്കെ മുകളിലൊക്കെ കയറി കഴിഞ്ഞു. ഇനി ഇതിനോട്ട് താഴെയുള്ളവർക്ക് ഒരിക്കലും ഒരു വേൾഡ് പവർ ആവാൻ സമ്മതിക്കില്ല, ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാവാൻ സമ്മതിക്കില്ല. നടന്നു കണ്ടില്ലേ, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഹെലികോപ്റ്ററിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി. ഒരു ന്യൂക്ലിയർ പവറോ അല്ലെങ്കിൽ നല്ലൊരു ആർമിയോ നല്ലൊരു ഹെലികോപ്റ്റർ മാത്രം. അതെ, 2 ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ഇതെല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ അടൽ വാജ്പേയി എന്ന് പറയുന്ന ആളെ നമസ്കരിച്ചുകൊണ്ട് ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നു. അപ്പം അധികം ജിയോ പൊളിറ്റിക്സിലോട്ട് പോകുന്നതിന് പകരം നമ്മൾ ഈ പോഡ്കാസ്റ്റിൻ്റെ എൻഡിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം. അപ്പോൾ അത് നമ്മൾ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളുടെ കമൻസും നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം. കാരണം അത് വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാനാണ്. സ്റ്റഡീസ് ആൻഡ് പോഡ്കാസ്റ്റിന്റെ ഒരു ഡയറക്ഷൻ ഡിസൈഡ് ചെയ്യാം. അതെ. കാരണം ജിയോ പൊളിറ്റിക്സിന്റെ ഒരു സംഭവം ഞങ്ങൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ അത് പറയുന്ന പോലെ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ലെറ്റ്സ് ഗോ ടു ദ വേൾഡ്. പോയിട്ട് പെട്ടെന്ന് 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരാം. US ഫുഡ് പിരമിഡ്, JFK, ജോൺ എഫ് കെനഡി എന്ന് പറയുന്ന പ്രസിഡന്റിനെ വെടിവെച്ച് കൊന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് സണോ ഗ്രാൻഡ് നീസോ എന്തോ ആണ് RFK, റോബർട്ട് എഫ് കെനഡി. പുള്ളി ഇപ്പം അമേരിക്കയിൽ ഹെൽത്ത് മിനിസ്റ്റർ ആയിട്ട് വർക്ക് ചെയ്യാണ്. പുള്ളി ഇന്ന് രാവിലെ ഫുഡ് പിരമിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫുഡ് പിരമിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിച്ചുകൂടാ, എത്ര സർവിങ്സ് എടുക്കാം എന്നുള്ളതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നേരത്തെ യുണൈറ്റഡ് നേഷൻസിനും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും എല്ലാം ഫുഡ് പിരമിഡ് ഉണ്ട്. ആ ഫുഡ് പിരമിഡ് പോകുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് അരിവർഗ്ഗങ്ങൾ, ബ്രെഡ്, സിറിയൽസ് കാര്യങ്ങളാണ് കഴിക്കേണ്ടത്. അത് കഴിഞ്ഞ് വീറ്റൊക്കെ കഴിക്കണം, അത് കഴിഞ്ഞ് വെജ് കഴിക്കണം, അത് കഴിഞ്ഞ് മീറ്റ്, ഇറച്ചി കഴിക്കണം, ഏറ്റവും അവസാനം ഫാറ്റ് കഴിക്കണം. ഇങ്ങനെയായിരുന്നു യുണൈറ്റഡ് നേഷൻസിൻ്റെ, WHO അമേരിക്കയുടെയും ഇതെല്ലാം പഠിച്ച NCERT നമ്മൾ ഉൾപ്പെടെ പഠിച്ചത് ധാന്യങ്ങൾ തിന്നണമെന്നാണ്. അത് പറയാം, അങ്ങോട്ട് പോവാം. അതിനുശേഷം അമേരിക്ക ഇന്ന് ഫാർ റൈറ്റ് ആയിട്ട് റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു സർക്കാർ പുതിയ ഫുഡ് പിരമിഡ് എടുത്തു. RFK പറഞ്ഞത് ഞങ്ങൾക്ക് ആളുകളെ ഹെൽത്തി ബാക്ക് കൊണ്ടുവരാനും ആളുകളുടെ ക്യാൻസർ കുറയ്ക്കാനും ആളുകളുടെ ഒബിസിറ്റി കുറയ്ക്കാനും ആളുകളുടെ അസുഖങ്ങൾ കുറയ്ക്കാനും വേണ്ടി വലിയ ജോലി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാരണം ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ഡയറ്ററി പ്ലാനും ചെയ്യുന്ന കാലഘട്ടത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. അയാൾ പറഞ്ഞത് വേറെ ഒന്നും ചെയ്തില്ല, ആ പിരമിഡ് ഞങ്ങൾ എടുത്ത് തിരിച്ചു വെച്ചു. ഞാൻ ആ ഫോട്ടോ കൊടുത്തേക്കാം. മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആണ് അമേരിക്കയുടെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ കഴിക്കേണ്ടത് ഇറച്ചി, മീറ്റാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതെന്നും, രണ്ടാമത് നല്ല ഫാറ്റ്സ്, വെണ്ണ, ഗീ, പാല്, ടാലോ എന്ന് പറഞ്ഞാൽ ബീഫിൽ നിന്നൊക്കെ വരുന്ന അല്ലെങ്കിൽ ചിക്കനിൽ നിന്നൊക്കെ വരുന്ന സ്റ്റോക്ക് എന്നൊക്കെ പറയുന്ന ഫാറ്റൊക്കെ ഉള്ള സാധനം,
അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, അതിനും കുറവ് ഫ്രൂട്ട്സ് കഴിക്കുക, ഒന്നുമില്ലെങ്കിൽ ഗ്രെയിൻസ് കഴിക്കുക. എക്സാക്ട്ലി എക്സാക്ട്ലി ഉൾട്ട. ഞാൻ ഫോട്ടോ കൊടുത്തേക്കാം. അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ കാണുന്നതും UN ചാർട്ടർ എന്ന് പറഞ്ഞത് ഗ്ലോബൽ ട്രൂത്ത് ആണ്, ഇതാണ് പ്രപഞ്ച സത്യം എന്നൊന്നും വിശ്വസിക്കരുത്. ഗവൺമെന്റ് മാറുമ്പോൾ ഇത് മാറും, ആളുകൾ മാറുമ്പോൾ സത്യങ്ങൾ മാറും. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് അടുത്തതിലോട്ട് പോവാം. നാസ ചെറിയൊരു കണ്ടുപിടിച്ചു. നമ്മളുടെ ലോകം ഫുള്ള് മാപ്ഡ് ആണ്, നമ്മുടെ ലോകം ഫുള്ള് ഇഞ്ചോട് ഇഞ്ച് നമുക്ക് GPS കിട്ടും എന്നൊക്കെ പറയുന്ന നാസ ഫാൻസിനോടും ഗൂഗിൾ എർത്ത് വെച്ച് ആളുകളോട് തർക്കിക്കാൻ വരുന്നവരോടും ചെറിയൊരു കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ വാട്ടർഫാൾ നയാഗ്ര ഫാൾസ് ആയിരുന്നു. അതിനെക്കാട്ടി 5 മടങ്ങ്, ജസ്റ്റ് 5 times ബിഗർ ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ഇന്നലെ കണ്ടുപിടിച്ചു ആമസോൺ റിവറിൽ. ആദ്യമായിട്ടാണ് അതിനെ മനുഷ്യർ കാണുന്നത്. അതിന്റെ നീളം, വെള്ളം വീഴുന്ന സിംഗിൾ ലൈൻ വാട്ടർഫോൾ ആണ്. അതിന്റെ നീളം എന്ന് പറയുന്നത് 260 മീറ്റർ എന്ന് പറഞ്ഞാൽ 1/4 കിലോമീറ്റർ. നയാഗ്ര 160 170 അങ്ങനെ എന്തോ ആണ്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ആ റേഞ്ചാണ്. അപ്പോൾ സിംഗിൾ ഫോളിന്റെ കാര്യമാണ് പറയുന്നത്, വിട്ടല്ല. അപ്പോൾ 1/4 കിലോമീറ്റർ ആകാശത്തു നിന്ന് താഴോട്ട് വീഴുന്ന ഒരു വെള്ളച്ചാട്ടം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇന്നലെ കണ്ടുപിടിച്ചു. അപ്പം ഇത് 1/4 കിലോമീറ്റർ ഉള്ള ഒരു വെള്ളച്ചാട്ടമാണ്, അത് ആമസോണിൽ. അപ്പൊ നമ്മൾ ഇത്രയും നാളത് കണ്ടിട്ടില്ല. അപ്പൊ വാട്ട് എൽസ് കുഡ് ബി ലൈയിങ് ദെയർ എന്നുള്ള ചെറിയൊരു തോട്ട് കൊണ്ടുവരാനാണ് ഇത്. നോ 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 എന്നിട്ടാണ് നമ്മൾ മൂണും മാർസും എല്ലാം അറിയാന്ന് പറയുന്നത്. അത് പോട്ടെ. അടുത്തത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് സംഭവിച്ചു. നെത്തന്യാഹു, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ നെത്തന്യാഹുവിന്റെ കറപ്ഷൻ കേസ് ലീഡ് ചെയ്തിരുന്ന ജഡ്ജ് ഇന്നലെ വളരെ യാദൃശ്ചികമായി മോട്ടോർ ആക്സിഡന്റിൽ മരിച്ചു. പുള്ളി ഏതോ വണ്ടി വന്ന് ഇടിച്ചു കൊന്നു. വളരെ യാദൃശ്ചികമാണ്. മരിച്ചതിൽ ഞങ്ങൾ കളിയാക്കോ കാര്യമൊന്നുമല്ല, ഞങ്ങൾക്ക് ഇത് കൂടുതൽ പറയുന്നില്ല, കാരണം പോഡ്കാസ്റ്റും കട്ടാവും, യൂട്യൂബും പോകും. കാരണം ജഡ്ജിന്റെ ഗതി ഇതാണ്. അപ്പോൾ ഇയാളെ കുറ്റം പറയുന്ന പാവപ്പെട്ടവർ ഞങ്ങളെ ഒന്നും ചെയ്യുന്നല്ല, ബട്ട് ഇറ്റ് ഈസ് പ്രോബബ്ലി ബെസ്റ്റ് നോട്ട് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. എന്നാലും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞു. ജഡ്ജിന്റെ പേര് ബെനി സാഗി, BENNYSAGI. ഏതെങ്കിലും ഒരു ജഡ്ജല്ല, നെത്തന്യാഹുവിന്റെ കറപ്ഷൻ കേസിന്റെ ലീഡ് ജഡ്ജ് എന്ന് പറഞ്ഞാൽ ചീഫ്. പുള്ളിയാണ് കൊന്നതല്ല മരിച്ചത്. നെതന്യാഹു ആരാന്ന് ഇവർക്ക് അറിയായിരിക്കില്ല. ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ. അടുത്തത് UK നമുക്ക് കാർബൺ ക്രെഡിറ്റ് ഡയറ്റ് സിസ്റ്റം ലോഞ്ച് ആയിട്ടുണ്ട്. സ്റ്റാർട്ടഡ് റോളിംഗ് ഔട്ട്. ഡിജിറ്റൽ ID എല്ലാവർക്കും മാൻഡേറ്ററി ആയി. ഇനി മുതൽ ഡിജിറ്റൽ ID ഇല്ലാത്തവർക്ക് ജോലി ചെയ്യാനോ ഡിജിറ്റൽ ID ഇല്ലാത്തവർക്ക് ശമ്പളം വാങ്ങാനോ പറ്റില്ല. നിങ്ങൾക്ക് UK ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്ക്, ഡിജിറ്റൽ ID സത്യമാണോ, എന്തായി, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ, അപ്ലൈ ചെയ്തോ. സൂൺ ഈ പാർലമെന്റ് തീരുന്നതിന് മുന്നേ UK എല്ലാവർക്കും ഡിജിറ്റൽ ID വേണമെന്നാണ് അവർ പറയുന്നത്. സ്റ്റാർട്ടഡ് റോളിംഗ് ഔട്ട്. അപ്പോൾ ഇപ്പം ഇതിനകത്ത് പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവർ പുതിയ പ്രോഡക്ട്സ് ഒക്കെ കണ്ടു. ഫുഡ് പ്രോഡക്ട്സിനകത്ത് പുതിയൊരു ലേബൽ ഫ്രണ്ടിൽ ഒരു പച്ച സ്റ്റാറിനകത്ത് 7.6 പോയിന്റ്, മിൽക്ക് എടുത്താൽ 3.4 പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ യു ഹാവ് 20 ക്രെഡിറ്റ്സ് ഓർ 30 ക്രെഡിറ്റ്സ് പെർ വീക്ക്. അതിനുള്ള കാർബൺ സാധനമേ നിനക്ക് വാങ്ങിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് 5 കാല് ചിക്കൻ തിന്നണമെന്ന് തോന്നിയാൽ ചിക്കൻ തിന്നാം, 15 ക്രെഡിറ്റ് പോയി. പക്ഷേ ആ ആഴ്ച പിന്നെ നിനക്ക് ചിക്കൻ തിന്നാൻ പറ്റില്ല. ഇത് ഗെയിമോ സ്റ്റോറിയോ സിനിമയോ അല്ല, യുണൈറ്റഡ് കിങ്ഡം UK നടക്കുന്ന സാധനമാണ്. ചെക്ക് ചെയ്യൂ, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യൂ. കാർബൺ ക്രെഡിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഡിജിറ്റൽ ഐഡിയെ പറ്റി UK മുഴുവൻ മാസീവായിട്ട് ഇതിന്റെ പ്രൊട്ടസ്റ്റ് നടക്കുകയാണ്. ലക്ഷക്കണക്കിന് പേര് റോഡിലാണ്. ഒരു ഇൻസ്റ്റാഗ്രാമിലും വരുന്നില്ല, ഒരു ടിവിയിലും. UK is the most messed up place. UK എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സാം, ഞങ്ങൾ നേപ്പാൾ വെച്ച് മീറ്റ് ചെയ്തേ. അവനിപ്പോ സ്കോട്ട്ലൻഡിലോട്ട് പോയി, UK ബർമിംഗമിൽ പഠിക്കാൻ പോയി. ഇമിഗ്രൻസ് ആയാലും എന്തായാലും അവിടെ ചെല്ലുമ്പം ഭയങ്കര റെച്ചഡ് സിസ്റ്റംസ്, ഗവൺമെന്റ്സിനായാലും. വേറൊരു കാര്യമുണ്ട്, പയ്യൻ ഒറിജിനലി ഫ്രം സ്കോട്ട്ലൻഡ്, പക്ഷെ ഇപ്പോഴും പറയുന്നത് UK പീപ്പിൾ റിയലി ഹാവ് ദാറ്റ് മെന്റാലിറ്റി ദാറ്റ് ദേ ഓൺ ദ വേൾഡ്. അത് ഇപ്പോഴും UK എല്ലാ മിനിസ്റ്റേഴ്സിനും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ 20 years after today they would have a country. UK പോലും കാണുന്നില്ല, യുണൈറ്റഡ് കിങ്ഡം ഓഫ്, ഞാൻ പറയുന്നില്ല, പോട്ടെ. അടുത്തത് ഇന്ത്യയെ പറ്റി 2-3 ന്യൂസ് ഉണ്ട്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ സ്വന്തമായിട്ട് സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ ഇന്ത്യ എന്നാ? നോ. ഫസ്റ്റ് മോഡ്യൂൾ ലോഞ്ച് ചെയ്യുന്നത് 2028 ഡേറ്റ് ഫിക്സ് ചെയ്തു ഇസ്രോ.
5 മോഡ്യൂളാണ്. 2035 5 മോഡ്യൂളുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ISS ഉണ്ട്, പിന്നെ റഷ്യക്ക് ചൈനയ്ക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്, റഷ്യക്ക് ഉണ്ടെന്ന് തോന്നുന്നു, അതോ ഐ ഡോണ്ട് നോ, എനിക്ക് ഉറപ്പില്ല. ഇന്ത്യക്ക് വരുന്നു, US-നും ഇല്ല, ISS ഉള്ളൂ. ചൈനയ്ക്കോ റഷ്യക്കോ ഏതോ ഒരെണ്ണം ചെറിയ മോഡ്യൂൾ ഉണ്ട് സ്വന്തമായിട്ട്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഒരെണ്ണം വരുന്നു, അതും 5 മോഡ്യൂളാണ്. 2035 കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ ഹാൽ ആംക എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിന്റെ ആംക എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് 5 to 5.5 എന്നൊക്കെ പറയുന്ന ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ജെറ്റ് നമ്മൾ കുറച്ച് നാൾ മുന്നേ ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ ഡിസൈനായി, പണി തുടങ്ങി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത് ഈ ചാനലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം വരുമെന്നും ഇന്ന് DRDO HAL കൂടെ അനൗൺസ്മെന്റ് നടത്തി. 2029 ഫസ്റ്റ് ഫ്ലൈറ്റ്. പക്ഷെ 2028 പറഞ്ഞു ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. 2028-ലോ 2029-ലോ. അതെ ഫസ്റ്റ് ഫ്ലൈറ്റ്. എടാ നമ്മളൊരു രാജ്യം എന്ന രീതിയിൽ 2000-ൽ സബ്മറൈൻ തുടങ്ങിയിട്ട് 2010-ൽ തീർക്കുമെന്ന് പറഞ്ഞിട്ട് 20-ൽ തീർത്ത രാജ്യമാണ്. മനസ്സിലായോ? നമ്മൾ എന്തോരം വളർന്നു എന്നാണ് കാണിക്കുന്നത്. നമ്മൾ 5-6 വർഷം അല്ലെങ്കിൽ 7-8 വർഷം കൊണ്ട് സ്വന്തമായിട്ട് ജെറ്റ് ഉണ്ടാക്കി. എന്നിട്ടോ ഫൈറ്റർ ജെറ്റിന്റെ എഞ്ചിൻ പോലും തരത്തില്ല. ആ ലൊജിസ്റ്റിക്കൽ പ്രോബ്ലം കൊണ്ടാണ് ഇത് വരുന്നത്. അത് മനഃപൂർവ്വം. അതെ അത് മനഃപൂർവ്വം. നമുക്ക് എഞ്ചിൻ ഇസ് സോഴ്സ് ഫ്രം അമേരിക്ക, റഷ്യ, എല്ലാ രാജ്യത്തുനിന്നും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഓർഡർ അമേരിക്കയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഇവര് എഞ്ചിൻ തരുന്നില്ല. ബോയിങ് അല്ല, മറ്റേ കമ്പനി ബോയിങ് അല്ല, ലോക്കിൻ മാർട്ടിൻ അവരാന്ന് തോന്നുന്നു. അത് പോട്ടെ. അതുപോലെ തന്നെ DRDO, ഡിഫൻസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ, അങ്ങനെയാണ് സംഭവത്തിന്റെ പേര്. അത് ഇന്ത്യൻ സോൾജേഴ്സിന് വേണ്ടി പുതിയൊരു കിറ്റ് കണ്ടുപിടിച്ചു. കിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ലാപ്ടോപ്പ് ബാഗ് അല്ലെങ്കിൽ ഒരു സൂട്ട് കേസ് പോലൊക്കെ ഓൺ ഡെവലപ്പിംഗ്. എന്നിട്ട് അതില് കടലില്, സീല് ഒക്കെ പോകുന്ന മാരിടൈം അല്ലെങ്കിൽ ബീച്ചില് അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഈ കിറ്റും കൂടെ കൊടുത്തു വിടും. ഒരു സ്ക്വാഡ്രൺ ഒരു കിറ്റ്. കടലിലെ വെള്ളം ഒഴിച്ചാൽ അത് കുടിക്കുന്ന വെള്ളമായിട്ട് മാറ്റി തരുന്ന, എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് കൊണ്ടുവരുന്ന, ക്ലീൻ വാട്ടർ സോഴ്സ് കൊണ്ടുവരുന്ന പുതിയൊരു കണ്ടുപിടുത്തം. യെസ് അത് ഒരു സ്യൂട്ട് കേസിനകത്ത് അത് കൊണ്ടുവന്നു. അത് അപ്രൂവ് ആയി. അതിന് റോൾ ഔട്ട് ചെയ്യും. വേറൊരു സംഭവം കൂടെ, മിലിറ്ററി അഡ്വാൻസ്മെന്റ് കാര്യം പറഞ്ഞാൽ റഷ്യ ഇന്നലെ ചെറിയൊരു ട്രയൽ ഡോസ് എടുത്തായിരുന്നു. ഈ ക്വസ്റ്റ്യനിച്ച് എന്ന കണ്ടു പറയുന്നതാണ് അവന്മാരുടെ ലോകത്ത് ഇതുവരെ നോൺ ടു ഹ്യൂമാൻകൈൻഡിനകത്ത് ഫാസ്റ്റസ്റ്റ് നോൺ ന്യൂക്ലിയർ മിസൈൽ. കിൻസൽ മാർക്ക് 10, ദിസ് ഇസ് മാർക്ക് 11. ഓക്കെ, മാർക്ക് 11 ഇന്നലെ പയ്യന്മാര് ഉക്രൈനിൽ ഒരു 5 മിലിറ്ററി ബേസിലേക്ക് ടാറ്റ പറഞ്ഞു. അതൊരു എല്ലാം പൊട്ടിക്കുന്നുണ്ട്. റഷ്യ ഒന്നും വെളിവിടാത്തത് കൊണ്ടാണ് നിങ്ങൾ അറിയാത്തത്. നമ്മുടെയൊക്കെ വിചാരം റഷ്യ wants to end this war, they can do it in hours. Yes, ഒരു ദിവസം അവർക്ക് ഉക്രൈൻ തൂത്തുവാരാ. അതെ, അവർക്ക് ആളുകൾ മരിക്കാതിരിക്കാൻ വേണ്ടി അവർ മാക്സിമം നോക്കുന്നു. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോസ്റ്റിംഗ് ദം എ ഫോർച്യൂൺ. ആൻഡ് ഇതിന്റെ സംഭവം വേറൊരു ട്വീറ്റ് ഉണ്ടായിരുന്നു ഡിഫൻസ് മിനിസ്ട്രിയുടെ റഷ്യൻ. ഈ കിൻസൽ അവർക്ക് എത്തണമെന്ന് പറയോ, മോർ ദാൻ thousands. അത് മാത്രമല്ല, അമേരിക്ക ഈ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുമ്പോഴും ഒരു സിറ്റിയിൽ അവര് മിസൈൽ ഇടുന്ന കാണുന്നുണ്ട്. എത്ര പേര് മരിച്ചു, എത്ര പേര് കുഞ്ഞുങ്ങൾ മരിച്ചു, എത്ര അവിടുത്തെ ആളുകൾ മരിച്ചു എന്നൊന്നുമില്ല. അതൊരു സിറ്റിയിലാണ് ഇട്ടത്. അതെന്തോ ആയിക്കോട്ടെ, പോട്ടെ. US ചെയ്യുമ്പോൾ പാസിഫിസം, US ചെയ്യുമ്പോൾ ഇന്റർവെൻഷൻ, റഷ്യയും ഇന്ത്യയൊക്കെ ചെയ്യുമ്പം പ്രശ്നം. എനിക്കറിയാത്ത വാട്ട് ഇൻ ദ വേൾഡ് ഇസ് UN പറ്റി ഒരു 20 മിനിറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുമ്പം പണ്ടത്തെ കഥയും ഇപ്പോഴത്തെ UN തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് പോകുമ്പം ഒരു ഫെമിലിയർ സ്റ്റോറി. പക്ഷേ ആ ഫെമിലിയർ സ്റ്റോറിക്കകത്ത് നിങ്ങൾക്ക് പലർക്കും അറിയാത്തൊരു അൺഫെമിലിയർ സൈഡ്, ഒളിച്ചിരിക്കുന്ന ഒരു സൈഡ്. അത് വളരെ ഓബിയസ് ആണ്, പക്ഷെ അത് ആരും ചിന്തിക്കുന്നില്ല. ഞാൻ ഇതിന് മുന്നേ ആദ്യത്തെ ഒരു പോഡ്കാസ്റ്റിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. അപ്പം കഥ തുടങ്ങുന്നത് ഒരു തോട്ടത്തിൽ നിന്നാണ്. യു ഗൈസ് ക്യാൻ ഗസ് വിച്ച് തോട്ടം വി ലൈക്ക് ദ മോസ്റ്റ്? ഈദൻ തോട്ടം. അതെ, ഈദൻ തോട്ടത്തില്, അല്ലെങ്കിൽ എന്തായിരുന്നു, ഏഡൻ ഗാർഡനിലാണ് EDN ഗാർഡനിലാണ് കഥ തുടങ്ങുന്നത്. അപ്പം ഏഡൻ ഗാർഡനിൽ ഗോഡാണ് ഉള്ളത്. ഗോഡിന്റെ ഗാർഡനാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ഇസ്ലാം, ഇസ്രായേലിസ്, അതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ മതങ്ങളുടെയൊക്കെ ദൈവം എന്ന് പറയുന്നത് ദേ ആർ കോൾഡ് ആബ്രഹാമിക് റിലീജിയൻ.
എബ്രഹാമിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ അവർ എബ്രഹാം എന്ന് പറയുന്ന അല്ലെങ്കിൽ എബ്രഹാമിക് എന്ന് പറയുന്ന ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പം എബ്രഹാം എന്ന് പറയുന്ന അല്ലെങ്കിൽ എബ്രഹാം എന്ന് പറയുന്ന സിംഗിൾ എൻറ്റിറ്റി ഗോഡ്, ഒരു സിംഗിൾ എൻറ്റിറ്റി ഗോഡിന്റെ ഗാർഡനിൽ നിന്ന് പുള്ളി ഗോഡ് എന്ന് നമുക്ക് പറയാം. ഗോഡ് ആദ്യത്തെ മനുഷ്യനെ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് കഥ വരുന്നത്. ആദ്യത്തെ മനുഷ്യന്റെ പേരാണ് ആദം. ആദത്തിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബ്ലഡും ഭൂമിയുടെ മണ്ണും ഉപയോഗിച്ചാണ്, മണ്ണെന്ന് പറഞ്ഞാൽ ക്ലേ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്, ക്ലേയും ഉപയോഗിച്ചാണ് മനുഷ്യനെ ഉണ്ടാക്കിയേക്കുന്നതെന്നും ആ ഉണ്ടാക്കിയ മനുഷ്യന് ദൈവത്തിന്റെ ഇമേജ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. വാട്ട് എവർ ക്രിയേറ്റഡ് അസ് വി ലുക്ക് ലൈക്ക് ദം, അതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അത് കഴിഞ്ഞ് എപ്പോഴാണെന്ന് പറയുന്നില്ല, ലേറ്റർ ആണ് ഈവിനെ ഉണ്ടാക്കും. ഈവിനെ ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ ആഡത്തിന്റെ സ്പൈനിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ബൈബിളിലുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കഥയിൽ എന്ന് പറഞ്ഞാൽ ആഡത്തിനെ ഡീപ്പ് സ്ലീപ്പിലാക്കിയിട്ട് ആഡത്തിന്റെ റിബിൽ നിന്ന് ഒരു സാധനം എടുക്കും. ആ റിബ് പിന്നെ ദൈവം പരിചാരിച്ച് അതിനെ ഈവ് എന്ന രീതിയിലാക്കും. അപ്പം ഞാൻ ഇതിനെപ്പറ്റി നോക്കി, കാരണം റിബ് ആഡത്തിൽ നിന്നൊരു സാധനം, സ്പൈനിൽ നിന്നൊരു ഫ്ലൂയിഡ് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇതിനകത്തെ വാക്കുകൾ ഹീബ്രു ബൈബിളിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ആഡത്തിനെ ഡീപ്പ് സ്ലീപ്പ് ആക്കുമെന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ. അപ്പം ഞാൻ ഹീബ്രു ബൈബിളിൻ്റെ അർത്ഥം നോക്കിയപ്പോഴത്തേക്കും ആ ഡീപ്പ് സ്ലീപ്പ് ആക്കുന്നതിൻ്റെ പേര് TARDEMH, ടാർഡെമ എന്നുള്ള രീതിയിലാണ് ആക്കുന്നത്. ടാർഡെമ എന്നുള്ള വാക്ക് ബൈബിളിൽ വേറെ എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ നോക്കി. അപ്പോൾ നോക്കിയപ്പോൾ അതിനകത്ത് പറയുന്നത് ഗോഡ് ഏഞ്ചൽസിന് വേണ്ടി ഓരോ കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ ഏഞ്ചൽസിനെ ടാർഡമയാക്കും. എന്നിട്ട് ഒരു മനുഷ്യന് വിഷൻ കൊടുക്കുമ്പോൾ ടാർഡമയിൽ വന്ന് വിഷൻ കൊടുക്കും. ഒരു മനുഷ്യന് വരം അല്ലെങ്കിൽ വിസ്ഡം കൊടുക്കണമെങ്കിൽ ഈ ദൈവം ആദ്യമേ ഇയാളെ ടാർഡമയിലാക്കിയിട്ടേ വന്ന് ഇത് ചെയ്യൂ. എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, സ്ലീപ്പ് ഓർ എ ഡ്രഗ് ഓർ അനസ്റ്റേഷ്യ, ഒരു ട്രാൻസ് മൂഡിൽ കൊണ്ടുവന്ന്, ഒരു അനസ്റ്റേഷ്യയിൽ കൊണ്ടുവന്നാണ് ഇത് ചെയ്യുന്നത്. ഈ അർത്ഥം എടുത്ത് മുകളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആഡത്തിനെ അനസ്റ്റേഷ്യയിൽ വെച്ചിട്ട് സ്പൈനിൽ നിന്ന് ഫ്ലൂയിഡ് എടുത്തു എന്നതിന് കൂടുതൽ തെളിവില്ല. മനസ്സിലായോ? ചെറിയൊരു കാര്യമാണ് അങ്ങനെ പറഞ്ഞത്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന കാര്യം സയൻസ് ആണ്. ഇതൊന്നും അറിയാത്ത, ഇപ്പം ഒരു ഹൈടെക് ലബോറട്ടറിയിൽ എന്താ നടക്കുന്നതെന്ന് ഒരു 10ാം ക്ലാസ്സുകാരൻ വന്ന് എഴുതിയാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു സാധനമാണ് നമുക്ക് ബൈബിളും ഗീതയൊക്കെ. നമ്മളത് ആ ചിന്തയിൽ വായിച്ചാൽ നമുക്കെല്ലാം മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് ഈവിനെ ഉണ്ടാക്കി, എന്നിട്ട് അവർ ഈഡൻ ഗാർഡനിൽ ജീവിച്ചു തുടങ്ങിയതിന് ശേഷം അവരെന്നും എന്താ ചെയ്യുന്നത്? ജോലി ചെയ്യുന്നു, ഡെയിലി ചോർസ് ചെയ്യുന്നു, വെള്ളം കോരുന്നു, മരം വെട്ടുന്നു, മറ്റേത് ചെയ്യുന്നു, മരിച്ചു ചെയ്യുന്നു. ഇത് മാത്രമാണ് നമുക്ക് അവരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീകോഡ് ചെയ്യാവുന്നതാണ് ബേസിക്കലി ഹ്യൂമൻ ലേബർ ആണത്. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനും ചോർസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ഉപകരണം മാത്രമായിട്ടാണ് നമ്മളെ ഉപയോഗിച്ചിരുന്നത്. എല്ലാ തോട്ടത്തിൽ നിന്നും എല്ലാം നമുക്ക് അനുവദിച്ചിരുന്നു. ഒരു കാര്യം മാത്രം നമ്മളോട് പറഞ്ഞു, ഡു നോട്ട് ടച്ച് ദ ട്രീ ഓഫ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ചില സ്ഥലത്തൊരു മരം വരും എന്ന് പറഞ്ഞാൽ ആ മരത്തിനെ പറ്റി പുള്ളി പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ ഹീബ്രു ബൈബിളിൽ ആ മരം എവിടെ വേണമെങ്കിലും പ്രത്യക്ഷമാവാം, എവിടെ വേണമെങ്കിലും ഇല്ലാതാവാം. ഇന്നില്ലാത്തടുത്ത് നാളെ വരാം, നാളെ ഇല്ലാത്തടുത്ത് മറ്റന്നാൾ വരാം എന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ട് വരാം, റാൻഡമായിട്ടും വരാം. അപ്പം അങ്ങനെ പറഞ്ഞ് വെക്കുന്നു ഞാൻ. ഇനി നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് പോവാം. ആ പറഞ്ഞ സംഭവം നിൽക്കുമ്പോഴാണ് ഒരു സെർപ്പൻറ്റിൻ്റെ എൻട്രി വരുന്നത്. സെർപ്പൻറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ സെറാഫ്, അല്ലെങ്കിൽ നമ്മളുടെ മലയാളം ബൈബിളിൽ പുള്ളി എന്താ പറയുന്നത്, തക്ഷകൻ. പാമ്പും മനുഷ്യനും കൂടി ഉള്ളൊരു സാധനം, റെപ്റ്റിലിയൻ സാധനമാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഹ്യൂമനോയിഡ് റെപ്റ്റിലിയൻ ബീങ് വരുന്നു. അങ്ങനെ ഇപ്പം നിങ്ങൾ ആഡം ആൻഡ് ഈവ് സ്റ്റോറി എന്നൊക്കെ നിങ്ങൾ ചുമ്മാ ഒന്ന് ഗൂഗിൾ ചെയ്താൽ, ഇത് കേട്ടിട്ടില്ലാത്തവരോ കണ്ടിട്ടില്ലാത്തവരോ ഗൂഗിൾ ചെയ്താൽ ആഡമും ഈവും ഒരു മരത്തിൻ്റെ അവിടെ നിൽക്കുന്നു, അപ്പുറത്തോട്ടൊരു പാമ്പ് വരുന്ന പോലെ കാണും. അപ്പോൾ ഈ സർപ്പൻ്റ് വന്ന് ഇവരോട് പറയാണ്, ആഡമേ ഈവേ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നുമല്ല, ഈ തോട്ടത്തിന് വെളിയിലൊരു ലോകമുണ്ട്, അവിടെ വേറെ ആളുകളുണ്ട്, അവിടെ വേറെ ജീവജാലങ്ങളുണ്ട്, ഈ തോട്ടം മാത്രമൊന്നുമല്ല, ഇയാൾ മാത്രമൊന്നുമല്ല, ഇയാൾ ദൈവമൊന്നുമല്ല, ഇതുപോലത്തെ 100 കണക്കിന് വേറെ ആളുകളുണ്ട് എന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഇവർ പറയും നീ പോയാൽ ഒന്നും ശരിയാവത്തില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ അവസാനം ഈ തക്ഷകൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രൂട്ട് എടുത്ത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു പഴം, ചുമന്ന പഴം, ഹീബ്രു ബൈബിളിലും ചുമപ്പും പുള്ളിയുമായിട്ടുള്ള സാധനം ഇവർക്ക് കൈമാറുകയാണ്. എന്നിട്ട് ഈ പഴത്തിനെ തക്ഷകൻ വിളിക്കുന്നത് ദ ഫ്രൂട്ട് ഓഫ് നോളജ് ആൻഡ് ഡിസ്പെയർ എന്ന് പറഞ്ഞാൽ അറിവിൻ്റെയും, അറിവ് കൂടെ ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന ദോഷ സംഭവങ്ങളും ഉണ്ടല്ലോ,
നമ്മളിപ്പം കൂടുതൽ ജിയോ പൊളിറ്റിക്സ് പിടിച്ചാൽ നമുക്ക് പേടിയാവും എല്ലാവരും. Yeah. അതുപോലുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ യൂണിവേഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഡ്രഗ്സിനെ പറ്റി എന്തിനെ പറ്റി കൂടുതൽ പഠിച്ചാലും നമുക്കൊരു ഭയം വരും. അപ്പൊ അതുപോലെ നോളജ് ആൻഡ് ഡിസ്പെയറിനെ പറ്റിയുള്ള ഫ്രൂട്ടാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് സർപ്പന്റ് ഇവർക്ക് കൊടുക്കുകയാണ്. ഈ സർപ്പന്റ് ഫിഗർ ബൈബിളിൽ അല്ലെങ്കിൽ എബ്രാമിക് റിലീജിയനിൽ ഒരു ബാഡ് ഫിഗറാണ്, വെരി ബാഡ് ഫിഗർ, ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ലൂസിഫർ. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ഡെവിൾ എന്ന് വിളിക്കാം. ചിലവർക്ക് ലൂസിഫർ മാത്രമാണ്, ചിലവർക്ക് ലൂസിഫർ ഡെവിൾ ആണ്. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ലൂസിഫറും ഗോഡും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നു. ലൂസിഫർ എന്ന് പറഞ്ഞാൽ ബാനിഷ്ഡ് ഏഞ്ചൽ ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എബ്രാഹിമിന്റെ കൗൺസിലിൽ തന്നെയുള്ള ആളാണ്, പക്ഷെ പുള്ളി വെളിയിലാക്കാൻ കാരണം ഇവർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഭൂമിയെ പറ്റി ഉണ്ടായിരുന്നു, സ്ലേവ്സിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടായിരുന്നു. ഈ രാജാവ് അല്ലെങ്കിൽ ഈ എബ്രഹാം സ്ലേവ്സിനെ ഉപയോഗിക്കുന്നതിൽ ഇയാൾക്ക് എതിർപ്പുണ്ടായിരുന്നു. അവരെ ഉപയോഗിക്കുക മാത്രമല്ല, അവർക്കും കോൺഷ്യസ്നെസ് ഉണ്ട്, അവർ നമ്മളെ പോലുള്ള ആളാന്ന് പറഞ്ഞാൽ ദിസ് ഈസ് അവർ ക്രിയേഷൻ എന്ന് പറഞ്ഞ ആളാണ് എബ്രഹാം. അപ്പം ഈ രണ്ട് ഒപ്പീനിയൻ വന്നു. എന്നിട്ട് ഗോഡിന്റെ ഏഞ്ചൽസും എബ്രഹാമും തമ്മിൽ ഫൈറ്റായി. എബ്രഹാം അല്ല ലൂസിഫറും തമ്മിൽ ഫൈറ്റായി. നമ്മൾ ഈ ലൂസിഫറിനെ ഒരു വില്ലനായിട്ട് കാണുമ്പോഴും ലൂസിഫറിന്റെ സ്റ്റോറീസിൽ തന്നെ ഉണ്ട്. ഈ ഫൈറ്റ് നടക്കുമ്പോൾ ഗോഡിന്റെ സഭയിൽ 100 ഏഞ്ചൽസ് ഉണ്ടെങ്കിൽ ലൂസിഫറിനെ രക്ഷിക്കാനും ലൂസിഫറിന്റെ ഐഡിയോളജി ഫോളോ ചെയ്യാനും അറൌണ്ട് 30 to 40 ഏഞ്ചൽസ് ലൂസിഫറിന്റെ കൂടെ കൂടി ഗോഡ് തെറ്റാന്ന് പറഞ്ഞു. അപ്പം ഇയാളൊരു കിടിലം മച്ചനാണെന്ന് മാത്രമല്ല, അയാൾ പറഞ്ഞ ഐഡിയോളജീസ് ഫോളോ ചെയ്യാൻ ബാക്കി ദൈവത്തിന്റെ ഫോളോവേഴ്സും മാറി, ദൈവത്തിനെ വിട്ട് കൂറുമാറിയവരുണ്ട്. അപ്പൊ ഇയാളൊരു അൾട്ടിമേറ്റ് വില്ലൻ ഒന്നുമല്ല, ഡിഫറെന്റ് ഒപ്പീനിയൻസ്. പക്ഷെ വാറ് ഗോഡ് ജയിച്ചു. മറ്റേ നമ്മളെ ആർക്കേഞ്ചൽസ് മൈക്കിളും ഗബ്രിയലും കുറെ കുഴപ്പന്മാരൊക്കെ ഉണ്ടായിരുന്നു. കുഴപ്പന്മാരെ അടിച്ച് തൊലച്ച് അണ്ണനെ വിട്ടു, എന്നിട്ട് ഭൂമിയിലേക്ക് ബാനിഷ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ പുള്ളിയാണ് വരുന്നതെന്നും പുള്ളി തക്ഷകനായിട്ട് വന്നതെന്നൊക്കെ കുറെ ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ മറ്റേവരെന്തായാലും ആപ്പിൾ കഴിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇംഗ്ലീഷിലും മലയാളത്തിലും മാത്രമേ ആപ്പിൾ ഉള്ളൂ. ഇപ്പം ലാറ്റിനിലും വേറെ സൗത്ത് അമേരിക്കയിലും ഒക്കെ ചെല്ലുമ്പോൾ അത് അവിടുത്തെ ലോക്കൽ ഫ്രൂട്ടാണ്. ഹീബ്രു ബൈബിള് ഡിസൈഫർ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. ഹീബ്രു ബൈബിളിൽ ഇതിനെപ്പറ്റി പറഞ്ഞേക്കുന്ന ഒരു ചുമന്ന പുള്ളിയുള്ള ഫ്രൂട്ട് എന്ന് മാത്രമാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാലുസ് എന്നാണ് വാക്ക് വരുന്നത്. അപ്പോൾ ഹീബ്രു ബൈബിളിൽ ആ ചുമന്ന അസ്കം കൊടുത്തു. അപ്പം ഇത് യഥാർത്ഥത്തിൽ എന്താവാം എന്നുള്ള പല ഹിസ്റ്റോറിയൻസും ആളുകളും ചരിത്രപരമായിട്ട് ചെയ്തതും ഒക്കെ വരുമ്പോൾ അവർ പറയുന്നത് ഇത് അമാനിത്ത മസ്കാരിയ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, ഒരു കുഞ്ഞു ചെടിയാണെന്നാണ് പറയുന്നത്. ഇത് ജസ്റ്റ് ഞങ്ങളുടെ ഇന്റർപ്രിട്ടേഷൻ ഓർ ഫൈൻഡിങ്സ് ആണ്, എൻ്റെ മാത്രം ഇന്റർപ്രിട്ടേഷൻസ് അല്ല. യു ക്യാൻ സെർച്ച് ഓൺ ദ ഇന്റർനെറ്റ്. ഈസ് എന്താ പറയുന്നത്, അമാനിത്ത മസ്കാരിയ ദി ആപ്പിൾ ഇൻ ഈഡൻ ഗാർഡൻ, അതെ സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു വിങ് ഓഫ് എന്താ പറയുക സപ്പോർട്ടേഴ്സ് ഉണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ, ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അമാനിത്ത മസ്കാരിയ ബ്രൈറ്റ് റെഡ് ആണ്, അതുപോലെ തന്നെ സ്പോട്ട് പുള്ളിയുള്ളതുമാണ്, വിഷ്വലി സ്ട്രൈക്കിങ്ങുമാണ്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡിവൈൻ വിഷൻസും തരും. അപ്പം അത്രയും പറഞ്ഞുകൊണ്ട് നിൽക്കട്ടെ. ഇനിയും അമാനിത്ത മസ്കാരിയ ഷാമനിസത്തിലാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത്. ഈ ഒരു മരുന്നിനെ പറ്റി പറഞ്ഞേക്കുന്നത് ഷാമാനിക് കൾച്ചർ അല്ലെങ്കിൽ ഷാമനിസത്തിലാണ് ഇത് മരുന്നായിട്ട് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഓൾഡർ പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ളതും ഈ ഹിസ്റ്ററി എന്നൊക്കെ നമ്മൾ പറയുന്നതിനെക്കാട്ടി മുന്നേ ഉള്ള കാലങ്ങളെ പറ്റി പറയുന്നതിനായിട്ട് ഷാമൻസ് ഈ മരുന്ന് ഈ ലെസ്സർ ഡെവലപ്ഡും ലെസ്സർ മെച്ചുവേർഡ് ആയിട്ടുള്ള മനുഷ്യജീവികൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്ത് കൊടുക്കും, അവരെ സിവിലൈസ് ചെയ്യാൻ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കാട്ടിൽ വെറുതെ കുരങ്ങനെയും അല്ലെങ്കിൽ മാൻ്റെയൊക്കെ കൂടെ ഒരു മൃഗമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടങ്ങളെ പിടിച്ച് ഈ ഷാമൻസ് ഇത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് അവിടെ ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കി എടുക്കുന്ന പരിപാടി പണ്ടുണ്ടായിരുന്നു. ഈ പണ്ടുണ്ടായിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോഴും ഷാമനിസത്തിനെ പറ്റി സൈബീരിയയിലും സെൻട്രൽ ഏഷ്യയിലും ഇൻഡോ യൂറോപ്യൻ കൾച്ചറിലും എല്ലാം ഉണ്ട്. ഇതിനെപ്പറ്റി പേർഷ്യൻ ലിറ്ററേച്ചർ, സൊറാസ്ട്രിയനിസം എന്താ ഇതിനെപ്പറ്റി പറഞ്ഞതെന്നറിയാമോ? ഹോമരത്ര എന്നാണ് പറയുന്നത്. ഹോമരത്ര എന്ന് പറഞ്ഞാൽ അമാനിത്ത മസ്കാരിയ എന്ന് ഉപയോഗിക്കുന്ന മഷ്റൂം എന്ന് പറയുന്ന സാധനം ഉൾപ്പെടെ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു മരുന്നാണ് ഹോമരത്ര. എന്ന് പറഞ്ഞാൽ ഇത് അമൃതിനെ പോലുള്ളൊരു സാധനമാണ്, ഇത് ദൈവങ്ങൾ കഴിക്കുന്ന സാധനമാണ്. എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ദൈവങ്ങളുടെ പട്ടാഭിഷേകങ്ങൾക്ക് മുന്നേ ഇപ്പം ഇന്ദ്രൻ ക്രൗൺ എടുക്കുന്നതിന്റെ 2 ദിവസം മുന്നേ ഇന്ദ്രൻ ഇത് കൊടുക്കുന്നു എന്നൊക്കെയുള്ള കഥയുണ്ട്. ഇതിന്റെ ഒരു സിമ്പിൾ ഒരു ഇന്റർപ്രിട്ടേഷൻ മറ്റേ ബ്ലാക്ക് പാന്തറിനകത്ത് ബ്ലാക്ക് പാന്തർ സിനിമ ഇതിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് പാന്തർ രാജാവുന്നതിന് മുന്നേ 2 ദിവസം മുന്നേ ഒരു പ്ലാന്റ് കൊടുത്ത് ഇവനെ ഉറക്കും. എന്നിട്ട് ഇവൻ ഒരു വേറെ ലോകത്ത് പോയി ഇവന്റെ അച്ഛനെയൊക്കെ കാണും. എന്നിട്ട് ഇവൻ തിരിച്ചു വരും. ആ ഒരു സംഭവമാണ് ഈ ഹോമരത്രയെ. സൊറാസ്ട്രിയനിസം, പേർഷ്യൻ ലിറ്ററേച്ചർ പറയുന്ന പോലെ നമ്മുടെ സംസ്കൃതം ലിറ്ററേച്ചറിൽ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സോമരസ. സോമരസ ആരാണ് കഴിക്കുന്നത്? രാജാക്കന്മാരും ദൈവങ്ങളും രാജാക്കന്മാരും കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇത് സാധാ ഉള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? എൻ്റെ ഒരു കൂട്ടുകാരൻ ഈ സോമരസത്തിനെ പറ്റി വർഷങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. We should get him on this podcast. And he ended up nowhere. എനിക്ക് മനസ്സിലായി. ഓക്കെ, അങ്ങനല്ല, he did everything from blue lotus petals, herbs to mushrooms. പക്ഷേ കോൺക്രീറ്റ് ആയിട്ട് ഇവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ബൈബിളിലേക്ക് വരുന്നു. അപ്പോൾ ബൈബിളിലേക്ക് വന്നപ്പോൾ ഈ സാധനം കഴിച്ച അമാരിത മസ്കാരിയ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ആപ്പിൾ, അല്ലെങ്കിൽ ഹോമരത്ര, അല്ലെങ്കിൽ സോമരസം, എന്താണെങ്കിലും ഈ റെപ്റ്റിലിയൻ ബീയിങ്, തക്ഷകൻ, എന്തായാലും അത് പാമ്പും അല്ല മനുഷ്യനും അല്ല എന്ന് മലയാളം ബൈബിളിലും ഉണ്ട്. റെപ്റ്റിലിയൻ ബീയിങ് ആണ്. അപ്പം പുള്ളി കൊടുത്ത സാധനം കഴിച്ചതിന് ശേഷം ആദ്യമേ എഴുതിയേക്കുന്നത് എന്തോ അറിയാവോ? their eyes were opened. അങ്ങനെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൈക്കഡലിക് റിസർച്ചിലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ പെട്ടെന്ന് വായിച്ചു തരാം. എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ, സൈക്കഡലിക് അമാനിത മസ്കാരിയ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കാര്യം ഹൈറ്റൻഡ് സെൽഫ് അവെയർനെസ്, പാറ്റേൺ റെക്കഗ്നിഷൻ, എക്സിസ്റ്റൻഷ്യൽ ഇൻസൈറ്റ്. എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ്, നീ ഇതാണ് എന്നുള്ള തിരിച്ചറിവ് കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് അമാനിത മസ്കാരിയ കഴിച്ചാൽ ഇത് 100 ടൈംസ് അല്ലെങ്കിൽ 400 ടൈംസ് കൂടും. ഇത് ഞാൻ ശ്രീസ് പോഡ്കാസ്റ്റ് പറയുന്നതല്ല. ജോൺ ഹോപ്കിൻസ് സെന്റർ ഓഫ് സൈക്കഡലിക് ആൻഡ് കോൺഷ്യസ്നെസ് റിസർച്ച്, USA ഗവൺമെൻറ്, അവർ പബ്ലിഷ് ചെയ്ത USA സൈക്കഡലിക് ആൻഡ് കോൺഷ്യസ്നെസ് റിസർച്ച് എന്നാണ് ആ റിസർച്ചിൻ്റെ തന്നെ പേര്. സൈക്കഡലിക്സും കോൺഷ്യസ്നെസ്സും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. നിങ്ങൾക്കിപ്പോഴും അത് ഡ്രഗ് ആയിരിക്കാം, ഗവൺമെന്റിന് ഡ്രഗാണ്, നിങ്ങൾ ഇത് ഉപയോഗിക്കണം ഉപയോഗിക്കരുത് അതൊന്നും ഞാൻ പറയുന്ന കാര്യമല്ല. ഇല്ലീഗലാണ്. നിങ്ങൾ ഇത് കഴിച്ചാൽ നിങ്ങളെ ജയിലിൽ വിടും, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ലീഗലാണോ? ലീഗൽ ഇല്ലീഗൽ വി ഡോണ്ട് നോ, വി ഡോണ്ട് കെയർ. Do it at your, don't do it. Do it or don't do it at your own risk. We don't care. അതുപോലെ തന്നെ ഹെഫ്റ്റർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് USAയും സെയിം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബിഫോർ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഈ സാധനം കഴിക്കുന്നതിന് മുന്നേ ആഡമും ഈവും എല്ലാം ചൈൽഡ് ലൈക്ക് ആയിരുന്നു, ഇന്നസെൻ്റ് ആയിരുന്നു, നോൺ റിഫ്ലക്റ്റീവ് ആയിരുന്നു. നോൺ റിഫ്ലക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പം എൻ്റെ കൈ തട്ടി ഈ മൗസ് തറയിൽ വീണ് കഴിഞ്ഞാൽ ഞാനൊരു ആനിമൽ ആണെങ്കിൽ ഞാൻ നടന്നു പോകും. പക്ഷെ ഞാൻ റിഫ്ലക്റ്റീവ് ആണ്, കോൺഷ്യസ് ആണെങ്കിൽ അയ്യോ ഞാനിത് നോക്കും, അയ്യോ ഇത് താഴെ വീണു, ഇതിനെപ്പറ്റി തോട്ടുകൾ എനിക്കുണ്ടാവും. അതാണ് ഇത് കഴിക്കുന്നതിന് മുന്നേയും കഴിച്ച് കഴിഞ്ഞിട്ടും ഇവർക്കുണ്ടായത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ബൈബിളിൽ എഴുതിയേക്കുന്നത് എന്താ അറിയാമോ? ദേ റിയലൈസ്ഡ് ദേ വെയർ വിത്തൗട്ട് ക്ലോത്ത്സ്. എന്ന് പറഞ്ഞാൽ ഇവർ ഇതിന് മുന്നേയും നേക്കഡ് ആയിരുന്നു. ഇവർ ആഡം ആൻഡ് ഈവ് സ്റ്റോറിയിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ വരുന്ന പടവും നേക്കഡ് പടമായിരിക്കും. അവർക്ക് അതിനെപ്പറ്റി അറിയത്തില്ല, അതിനെപ്പറ്റി കേട്ടിട്ടില്ല, ഒരു ബോധവും ഇല്ല. പക്ഷെ ഇത് കഴിച്ച് ഉറങ്ങി എണ്ണീറ്റതിന് ശേഷം ഇവർക്ക് സഡൻലി ഷൈനസ് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവർ സെൽഫ് കോൺഷ്യസ് ആയി. എന്ന് പറഞ്ഞാൽ ഫീൽ ഓഫ് ഷെയിം. ഇതിനെ സൈക്കഡലിക് സൈക്കോളജിയിൽ, ഇത് നേരത്തെ പറഞ്ഞ അതേ സ്റ്റഡിയിൽ പറയുന്നത് എന്താ അറിയാവോ? എമർജൻസ് ഓഫ് ഈഗോ അവെയർനെസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ബോഡി ഉണ്ടെന്നും ഈ ബോഡി ഈസ് സബ്ജക്റ്റഡ് ടു ബി ജഡ്ജ്മെൻറ്റ് ബൈ അതേഴ്സ്. ഇപ്പം ഞാൻ ഫാറ്റാണ്, അല്ലെങ്കിൽ ഞാൻ സ്ലിമ്മാണ്, എനിക്ക് മുടിയുണ്ട്, എനിക്ക് മുടിയില്ല, ഇതുപോലുള്ള 100 കണക്കിന് കാര്യങ്ങൾ നിങ്ങൾക്കും എനിക്കും തോന്നുന്ന പോലെ അവർക്കും ജീവിതത്തിൽ ആദ്യമായിട്ട് തോന്നി. ഇത് തോന്നാത്ത ഒരാളാണെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ആ തോട്ട് കൂടുതലാവും. അങ്ങനെയാണ് സ്റ്റഡി പറയുന്നത്, ഞാനും ഇവരും പറയുന്നതല്ല. അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ സർപ്പൻറ്റിനെ പറ്റി ബൈബിളിൽ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. ബൈബിള് പറയുന്നത് സർപ്പൻറ്റ് നിങ്ങൾ നമ്മളുടെ ബൈബിളിലും ക്രിസ്ത്യൻസിനും ഇസ്ലാമിനും ഒരു ഡിമോണിക് ഫിഗർ ആയിട്ടാണ്, എബ്രഹാമിക് റിലീജിയൻസിൽ ഏകദേശം ഡിമോണിക് ഫിഗർ ആയിട്ടാണ് വരുന്നത്. എങ്കിലും ബൈബിളിൽ സർപ്പൻറ്റിനെ പറ്റി പറയുന്നത് എന്താ അറിയാവോ? ദ സർപ്പൻറ്റ് ഈസ് ഡിവൈൻ. രണ്ടാമത്തെ സൂചകം എന്തോ അറിയാവോ? ദ സർപ്പൻറ്റ് നെവർ ടെൽസ് ലൈസ്. തക്ഷകൻ ദൈവികമാണെന്നും തക്ഷകന്റെ വായിൽ നിന്ന് ഒരിക്കലും കളവ് വെളിയിൽ വരില്ല എന്നുമാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്.
ആ തക്ഷകൻ പറഞ്ഞ എന്താണെന്നറിയാവോ ആദമിനോടും ഈവിനോടും? ഈറ്റ് ദിസ്, ഇംഗ്ലീഷ് പറഞ്ഞിട്ട് ഞാൻ മലയാളം പറയാം. ഈറ്റ് ദിസ്, യു വിൽ ബി ലൈക്ക് ഗോഡ്സ് നോയിങ് ഗുഡ് ആൻഡ് ഈവിൾ. തക്ഷകൻ ഈ മരുന്നെടുത്ത് അവർക്ക് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പറഞ്ഞു, ഇത് കഴിക്കൂ, നിങ്ങളും നിന്റെ ദൈവത്തിന്റെ കൂടെ ആവും, നിങ്ങൾക്ക് നല്ലതും ചീത്തയും തമ്മിലുള്ള വ്യത്യാസം അറിയാനുള്ള നോളജ് നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് ആ വാക്ക് ബൈബിളിൽ എഴുതിയിട്ട് അതിന് താഴെ എന്താ എഴുതിയേക്കുന്നുള്ളൂ? ആൻഡ് ദ സർപ്പന്റ് വാസ് റൈറ്റ്. മനസ്സിലായോ? ഇത് ചുമ്മാ കളിക്കഥയല്ല. ഇത് നിങ്ങൾ വായിക്കുക അല്ലെങ്കിൽ ഇത് കേൾക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഇത് ആലോചിക്കുക. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ച സിൻ ഇത് കഴിഞ്ഞ് നമ്മളെ വെളിയിലാക്കി കേട്ടോ. ആഡമിനെയും ഈവിനെയും ഇത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ദൈവം എടുത്ത് അടിച്ച് വെളിയിൽ കളഞ്ഞ്. അപ്പോൾ അവിടെ ഒരു സിന്ന് സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ ആ സിൻ എന്താണെന്ന് ആലോചിച്ച് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ സംഭവം എന്താ പറയുന്നത്, സിന്ന് ഡിസബീഡിയൻസ് അല്ല, ചെയ്യരുതു എന്ന് പറഞ്ഞ കാര്യം ചെയ്യാത്തത് കൊണ്ടല്ല. സിന്ന് ഇത് കഴിഞ്ഞ് അവർ ഇന്റർകോഴ്സ് നടന്നു എന്ന് പല ഇന്റർപ്രിട്ടേഷൻസും ഉണ്ട്. അത് നടന്നു എന്നും പറയുന്നുണ്ട്. നാണത്തിന്റെ മറവിൽ അവർ സ്നേഹിച്ചു, ഉമ്മ വെച്ചു, കണ്ണടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സെക്സ് നടന്നു എന്ന് പറയുന്നുണ്ട്. സെക്സും സിന്നായിട്ടില്ല അവിടെ. ഇതിനെ പറ്റിയുള്ള ക്യൂരിയോസിറ്റി ആണ് യഥാർത്ഥ സിന്നെന്നും ആളുകൾ പറയുന്നുണ്ട്. ഈവിനുണ്ടായ ക്യൂരിയോസിറ്റി ആണ് യഥാർത്ഥത്തിൽ സിന്ന എന്ന്. അതുമല്ല, യഥാർത്ഥ സിൻ എന്താന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പ്രീ മെച്യൂർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന പഴം നമുക്ക് ദൈവം കൽപ്പിക്കുന്നതിന് മുന്നേ നമുക്കത് തിന്നേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മൾ കോൺഷ്യസ്നെസ് ഇല്ലാത്ത ആളായിട്ട് മാത്രം മതിയായിരുന്നു. അവിടെ പോകാൻ പറഞ്ഞാൽ അവിടെ പോവും, ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ഇവിടെ പോവും, തുണിയില്ല മണിയില്ല, കുരങ്ങന്മാരുടെ കണക്ക് പോവും, പക്ഷെ ജോലികളെല്ലാം ചെയ്യും, പറയുന്നതും മനസ്സിലാവും. എന്ന് വെച്ചാൽ പുള്ളിയുടെ സമ്മതമില്ലാതെ അവർ കോൺഷ്യസ് ആയി. അതോ ഈ കോൺഷ്യസ്നെസ് കൊടുത്തതാരാണ്? ഒരു സർപ്പം അല്ലെങ്കിൽ ഒരു മറ്റേ തക്ഷകൻ, ഹ്യൂമനോയിഡ് റെപ്റ്റിലിയൻ. ഇതൊന്ന് മനസ്സിൽ വെച്ചോ, കോൺഷ്യസ്നെസ് കൊടുത്ത ഹ്യൂമനോയിഡ് റെപ്റ്റിലിയൻ. ഇത്ര ഞാൻ പറഞ്ഞത് പ്രീഫേസ് ആണ്. ഇനി ഞാൻ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാണ്. ഇത്രയും പറഞ്ഞ് മനസ്സിൽ വെച്ചോ. ഭഗവത പുരാണം. ഭഗവത പുരാണയിൽ സ്കന്ധം 3, സ്കന്ധം 4 ബ്രഹ്മാവിൻ്റെയും രുദ്രൻ്റെയും ഒരു ചെറിയ കഥയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ബ്രഹ്മ പുള്ളിയുടെ ലോകത്തിൽ കുറച്ച് സാധനങ്ങളെ ഉണ്ടാക്കും, കുറച്ച് ബീയിങ്സിനെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. ആ ബീയിങ്സിനെ ഉണ്ടാക്കിയിട്ട് ബീയിങ്സിനെ വെച്ച് ജോലികളെല്ലാം ചെയ്യിപ്പിക്കും. അങ്ങനെ ആ ബീയിങ്സിന്റെ പേരാണ്, ജോലികളെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ബീയിങ്സിന്റെ പേരാണ് അഡീമ. അഡീമ എന്നാണ് ഈ ബീയിങ്സിന്റെ പേര്. ആ അഡീമ എന്ന പേര് ഉപയോഗിച്ച് എല്ലാം ജോലികളും കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നു. അദീമ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ അടിമ എന്ന് മാത്രമല്ല, ആദ്യത്തെ മനുഷ്യൻ. ആദി മനു, അദീമ. അപ്പോ ഈ അദീമയ്ക്ക് ഈ ഫുള്ള് മിസറിയും കാര്യങ്ങളും കൺട്രോളും മരണവും ഭയവും ജോലിയും മാത്രമേ അവരുടെ ലൈഫിലുള്ളൂ. അങ്ങനെ ഈ അടിമകളുടെ രാജാവ്, അടിമ എന്ന് ആദം ആൻഡ് ഈവ് സ്റ്റോറിയിൽ ഒരാളെ ഉള്ളെന്ന് പറയുമ്പോഴും ഇവിടെ അടിമകൾക്ക് ആളുകളുണ്ട്, അല്ലെങ്കിൽ അടിമകളെ പറ്റി അറിയാവുന്ന വേറെ ആളുകളുണ്ട്. അപ്പൊ അടിമകളെ പറ്റി അറിയാവുന്ന വേറെ രാജാക്കന്മാര് രുദ്രന്റെ അടുത്ത് പോയിട്ട് പറയാ, രുദ്ര, ഈ ബ്രഹ്മാവ് എന്തൊരു വൃത്തിയേടാ കാണിക്കുന്ന, കുറെ പേരെ അവിടെ ഒരു കോണ്ടിനെന്റിൽ അല്ലെങ്കിൽ ഒരു ലോകയിൽ അടച്ചിട്ട് എന്തൊക്കെയോ കാണിക്കുക, കൊല്ലുന്നു, തിന്നുന്നു, ജോലി എടുപ്പിക്കുന്നു, ഒരു ഇതുമില്ല. അവര് നമ്മളെ പോലെ ഇരിക്കുന്ന നമ്മളുടെ തന്നെ ആളുകളല്ലേ, ഈ ബ്രഹ്മാവ് എന്താ ഇങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോൾ രുദ്രൻ ഇത് ചോദിക്കാൻ ചെന്നു. രുദ്രൻ ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്കും, രുദ്രൻ ഇൻ ദ സെൻസ് ശിവൻ ഗോഡ് എന്നാണ് പറയുന്നത്, പക്ഷെ ആ ബുക്കിൽ അവിടെ അയാളെ പറ്റി പറഞ്ഞേക്കുന്നത് രുദ്ര എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ രുദ്ര എന്ന് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ രുദ്ര അവിടെ ചെന്നു പുള്ളിയോട് ചോദിച്ചിട്ട് പറഞ്ഞു, ഇവരെയൊക്കെ ലിബറേറ്റ് ചെയ്യണം, ഇവര് നമ്മളെ പോലുള്ള ആളുകളാണ്, ഇവർക്ക് നമ്മളെക്കാട്ടിയും ഗ്രേറ്റർ കോൺഷ്യസ്നെസ് കിട്ടാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ എന്തിനാ ഇവരെ ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പത്തേനും ബ്രഹ്മാവ് പറഞ്ഞു, നീ നിന്റെ കാര്യം നോക്കിയാൽ നിനക്ക് വേറെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, എൻ്റെ സാധനം ഇതിനെ ഞാൻ ഉണ്ടാക്കിയതാ, നിന്റെ ഇത് ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞു. അവസാനം ബ്രഹ്മാവും പുള്ളിയും കൂടെ വഴക്കാവും, എന്നിട്ട് പുള്ളിയുടെ ഒരു തല വെട്ടിക്കളയും എന്നൊക്കെ കഥയുണ്ട്. ഈ കഥ നോൺ കനോണിക്കൽ കഥയാണ്. ബ്രഹ്മാവിൻ്റെ തല വെട്ടുന്നത് പല കഥകളിൽ വരുന്നുണ്ട്. എല്ലാത്തിലും രുദ്രൻ അല്ലെങ്കിൽ ശിവനാണ് ബ്രഹ്മാവിൻ്റെ തല വെട്ടുന്നത്. ബ്രഹ്മാവിന് 5 തലയുണ്ട്. നിങ്ങൾ പലരും കേട്ടിരിക്കുന്ന തല പോകുന്ന കഥ പലതുമായിരിക്കും, പക്ഷെ എല്ലാ കഥയിലും രുദ്രൻ വന്ന് വെട്ടുന്നതാണ്. ചില കഥയിൽ എന്തോ മത്സരത്തിൽ വെട്ടുന്നതാണ്, ചില കാശ്മീരിലൊക്കെ പറയുന്ന ഈ കഥയാണ്. അപ്പൊ അങ്ങനെയാണ് പോകുന്നത്.
അപ്പോൾ ഈ തല വെട്ടി ബ്രഹ്മാവിനെ മാറ്റി നിർത്തിയിട്ട് രുദ്രൻ അവിടെ ചെന്ന് ഇവരുടെ അടുക്ക വരികയെന്നും എന്നിട്ട് ഇവർക്ക് നോളജ് ആൻഡ് ഡിസ്പെയറിന്റെ ഗിഫ്റ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലായോ? ശിവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം. നോളജ് ആൻഡ് ഡിസ്പെയറിന്റെ ഗിഫ്റ്റ് ഈ അഡീമാസിന് കൊടുക്കുവാണെന്നും ഈ അഡീമാസിന് കോൺഷ്യസ്നെസ്സും അവെയർനെസ്സും നോളജും ഉണ്ടായെന്നും ഈ നോളജായ പഴത്തിന് നന്ദി നൽകിക്കൊണ്ട് അവർ പോയി എന്നാണ് പറയുന്നത്. അവിടെയും നോളജായ പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടിടത്തും ഏകദേശം സെയിം സ്റ്റോറിയാണ്. രണ്ടിടത്തും ഏകദേശം ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് എന്ന് പറയുന്നതേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അവിടെ അബ്രഹാം, ആഡം, തക്ഷകൻ. ഇവിടെ ബ്രഹ്മാവ്, അദീമ, ശിവൻ അല്ലെങ്കിൽ രുദ്ര. രണ്ടുപേരും ഒന്ന് അബ്രാം, ഒന്ന് ബ്രഹ്മ, രണ്ടും സെയിം ആണ്. ഒന്ന് ആഡം, ഒന്ന് അഡീമ, രണ്ടും സെയിം ആണ്. ഒന്ന് റെപ്റ്റിലിയൻ ബീങ്, രണ്ട് ശിവൻ അല്ലെങ്കിൽ രുദ്ര. രുദ്രനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? കഴുത്തിന് മുകളിൽ പാമ്പായിട്ടുള്ള റെപ്റ്റിലിയൻ ആയിട്ടാണ് നമ്മളുടെ കഥയിൽ രുദ്രനെ എഴുതിയേക്കുന്നത്. ഒരു തക്ഷകൻ ഫിഗർ, തക്ഷകനാണ് പുള്ളി. അപ്പം സെയിം സ്റ്റോറി, ഡിഫറെന്റ് വ്യൂ പോയിന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനിയാണ് പ്രശ്നം, ഇതൊക്കെ എന്താണ്, എന്തിനാണ് ഈ സ്റ്റോറി എന്നൊക്കെ പറയുമ്പം ഈ ബ്രഹ്മലോക അല്ലെങ്കിൽ എബ്രഹാമിന്റെ ഏദൻ തോട്ടം എന്ന് പറയുന്ന സ്ഥലത്തും ഈ ബ്രഹ്മലോകത്തിന്റെ കഥ പോകുന്നത് ഇവിടുന്ന് എല്ലാവരും ഇറങ്ങിപ്പോയിട്ടില്ല. കുറച്ച് പേരെ ബ്രഹ്മാവ് ഇറക്കി വിട്ടു, കുറച്ച് പേരെ ബ്രഹ്മാവ് പിന്നെയും അവിടെ തന്നെ താമസിപ്പിച്ചു എന്നാണ് കഥയിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തോടെയോ ഇഷ്ടം അല്ലാതെയോ ബ്രഹ്മാവിനോടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ബ്രഹ്മാവിന് ഇഷ്ടമുള്ളവർ ബ്രഹ്മാവിൻ്റെ കൂടെ നിന്നു, ബ്രഹ്മാവിന് ഇഷ്ടമില്ലാത്തവർ രുദ്രൻ്റെ കൂടെ ഈസ്റ്റിലോട്ട് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേര് ഈ വന്ന തക്ഷകനെ ഈവിളായിട്ടാണ് കണ്ടേക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത നോളജാണിത്, ഞങ്ങൾക്ക് കോൺഷ്യസ്നെസ് ഒന്നും വേണ്ട, മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്നവരാ. നീ നോക്കിയ കോൺഷ്യസ്നെസ് കൊടുത്ത 10 പേർക്ക് ഇപ്പം എന്തുവാ ലോകമെന്ന് അറിഞ്ഞുകൂടാ, അവർക്ക് എപ്പോഴും ചിന്തയാ, അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഓരോ ചോദ്യം ചോദിക്കും, അവർക്ക് വട്ട എന്ന് പറയുന്നവരായിരുന്നു. മറ്റേ സ്ഥലം ബാക്കി പകുതി പേര് ഈ രുദ്രൻ്റെ കൂടെ ഈ നോളജും തിരിച്ചറിവും പുതിയ കാഴ്ചകളും കൊടുത്ത ദൈവത്തിൻ്റെ കൂടെ ഈസ്റ്റിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്തേക്കും രണ്ട് ഫാക്ഷൻസ് ഉണ്ടായി. എവിടെയാ ഈഡൻ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ബ്രഹ്മാവിൻ്റെ കൂടെ നിന്നവരെല്ലാവരും വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇപ്പം ജീവിക്കുന്നതെന്നും ബ്രഹ്മാവ് കള്ളനാ തെണ്ടിയ എന്ന് പറഞ്ഞ് ശിവനാണ് ഞങ്ങൾക്ക് അറിവും കോൺഷ്യസ്നെസ്സും തന്ന, തക്ഷകനാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് തക്ഷകൻ്റെ കൂടെ പോയ ആളുകൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലുമാണ്. കാരണം വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലുള്ള റിലീജിയൻ അല്ലെങ്കിൽ യൂറോപ്പ്, അമേരിക്ക, അറേബ്യ ഏതെടുത്താലും അവിടെ ഏറ്റവും കൂടുതലുള്ള യൂറോപ്പ്, അമേരിക്ക, അറേബ്യ ഇതെല്ലാം ഇസ്ലാം മതം അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം അല്ലെങ്കിൽ ജൂതയിസം മതം, ഇസ്രായേലിൻ്റെ. ഇത് മൂന്നും ആബ്രഹാമിക് റിലീജിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മൂന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. എന്ന് പറഞ്ഞാൽ ആരൊക്കെ അവിടുന്ന് പോയില്ല എന്നുള്ളത് ഇവരെല്ലാം എബ്രഹാമിനെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ട് നിൽക്കുന്ന മതങ്ങളാണ്. അങ്ങനെ ഒരു ദൈവം വന്നു, അങ്ങനെ ഒരു ദൈവത്തിനെയാണ് ആരാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ ഈ ഈസ്റ്റിലേക്ക് പോയെന്ന് പറയത്തില്ലേ, വന്ന് ബോധം നൽകിയ തക്ഷകൻ, ഇത്രയും നാൾ ഞങ്ങളെ അടിമകളാക്കി വളർത്തിയ എബ്രഹാമിൽ നിന്നും അല്ലെങ്കിൽ ബ്രഹ്മാവിൽ നിന്നും ഞങ്ങൾക്ക് ബോധം നൽകി ഞങ്ങളെ റിബറേറ്റ് ചെയ്ത രുദ്രൻ അല്ലെങ്കിൽ തക്ഷകന്റെ കൂടെ ഈസ്റ്റിലേക്കാണ് അവർ പോയെന്ന് പറയുന്നു. ഈസ്റ്റിലേക്ക് കുറച്ച് രാജ്യങ്ങൾ എടുത്തു നോക്കിയ ഇന്ത്യ, നാഗാലാൻഡ്, നേപ്പാൾ, ചൈന, ഭൂട്ടാൻ, ഈ സ്ഥലങ്ങളെല്ലാം ഇപ്പോഴും നാഗാരാധനയാണ്, കാവുകൾ. നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാവോ? ചൈനയുടെ നാഷണൽ ഫ്ലാഗ് അല്ലെങ്കിൽ നാഷണൽ എംബ്ലം എന്താ അറിയാവോ? ഇറ്റ്സ് എ ഡ്രാഗൺ. ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റെപ്റ്റിലിയൻ സ്നേക്ക്. പിന്നെ നേപ്പാളിന്റെ നാഷണൽ സിംബം ഒരു പാമ്പാണ്, എന്ന് പറഞ്ഞാൽ ഒരു ഡ്രാഗൺ പോലൊരു സാധനമാണ്. അതെ. ഭൂട്ടാന്റെ നാഷണൽ ഫ്ലാഗിൽ ഡ്രാഗൺ ഉണ്ട്. കംബോഡിയ, തായ്ലാൻഡ്, ഇതെല്ലാം നാഗാരാധനയും ഇവരുടെ എല്ലാം സിജിലും നാഷണൽ എംബ്ലത്തിലും പാമ്പുകളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലെ ഇപ്പോഴും നാഗാരാധനയാണ്, വെസ്റ്റിൽ ഫുള്ള് അബ്രഹാമിക് റിലീജിയൻസുമാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മളുടെ കൾച്ചറിൽ മാത്രമല്ല, ഇത് നമ്മളൊക്കെ ജനിക്കുന്നതിന് അല്ലെങ്കിൽ നമുക്കൊക്കെ പുറമോട്ട് ചിന്തിക്കാൻ പറ്റുന്ന വർഷങ്ങൾക്ക് മുന്നേ, ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഇയേഴ്സ് മുന്നേ ഉള്ള കഥകളെ പറ്റി നമുക്ക് എഴുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സർപ്പൻസും ഏഞ്ചൽസും തമ്മിൽ എവിടെ കണ്ടാലും വാറാണ്. മനസ്സിലായോ? ഏഞ്ചൽസ് ആൻഡ് ഡിമൺസ് എന്ന് പറയുന്നതാണെങ്കിലും
ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ വാക്കാണ്, അവർ നല്ലവരാണെന്നല്ല. ഏഞ്ചൽസ് എന്ന് പറയുന്ന അങ്കലിക് എന്ന് പറയുന്ന വാക്കാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ നിന്ന് വ്യത്യാസമുള്ള വെളുത്ത് വൈബ്രന്റ് ആയിട്ടിരിക്കുന്നത് വെസ്റ്റേൺ ആളുകളെയാണ് പറഞ്ഞത്. അപ്പോൾ മഹാഭാരത യുദ്ധം എടുത്തു നോക്കിക്കോ, ഗരുഡാസ് നാഗാസും ഏറ്റവും വലിയ ശത്രുക്കളാണ്. എവിടെ ഗരുഡാസ് പോയാലും അവിടെ നാഗാസ് ഉണ്ടാവും. എന്തിനാ? നമ്മളുടെ ജഡായുവിന്റെ ചിറക് വെട്ടിയത് തന്നെ നാഗരാജനായ നമ്മളുടെ രാവണനാണ്. 10 തലയുള്ള റെപ്റ്റിലിയൻ ഗരുഡ വെട്ടിയത്. ഗരുഡാസ് നാഗാസിനെ മഹാഭാരതത്തിൽ വേറെ കഥകളെ പറ്റി പറയുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിൽ നാഗാസ് ചെല്ലുമ്പോൾ, ഭീമനെ കണ്ട് ചെല്ലുമ്പം നാഗാസിനോട് ചോദിക്കും, എന്തിനാ നിങ്ങൾ വെള്ളത്തിനടി വന്നിരിക്കുമെന്ന് പറയും. നിങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ഗരുഡന്മാരുമായിട്ട് വാറ് തോറ്റ് ഞങ്ങളിപ്പോൾ വെള്ളത്തിനടിയിലാണ് ജീവിക്കുന്നത് എന്നുള്ള കഥകളുണ്ട്. അതുപോലെ ഋഗ്വേദയിൽ ഇന്ദ്ര വാസസ് വിത്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ ഗണവും വിത്ര എന്ന് പറയുന്ന ഗണം. വിത്ര എന്ന് പറഞ്ഞാൽ 3 ഹെഡഡ് ഡ്രാഗനാണ്. മനസ്സിലായോ? ഋഗ്വേദയിലെ കഥയാണ്. ഇനി മെസൊപ്പൊട്ടേമിയൻ കഥയിലെ നിൻഹർസാഗും സെർഭായും തമ്മിലുള്ള ഇത്. സെർഭ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സർപ്പമാണ്. ഇറ്റ്സ് എ സീ മോൺസ്റ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. എനൂമ എലിഷിലും മർഡൂക്കും തിയാമട്ട് ഒരു റെപ്റ്റിലിയൻ ബീയിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സൊറാസ്ട്രിയനിസത്തിൽ അഹൂറ മാസ്ദയും അസി ദഹാക്ക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ സർപ്പന്റൈൻ ഡ്രാഗൻ, എല്ലാം തിന്ന് ഒടുക്കുന്ന ഒരു ഡ്രാഗൻ. ഈ അഹുറ മാസ്ഡ എന്ന് പറഞ്ഞാൽ ചിറകുള്ള ഏഞ്ചൽ അല്ലെങ്കിൽ ഗരുഡനെ പോലെ ഇരിക്കുന്ന സാധനം. ഗ്രീസിൽ സിയൂസ്, പറക്കാൻ പറ്റുന്ന ഇത്. സിയൂസിന്റെ ഏറ്റവും വലിയ എനിമി തൈഹൂൺ എന്ന് പറയുന്ന ആളാണ്. അത് ഒരു ഡ്രാഗനാണ്, സീ ഡ്രാഗനാണ്. ഇത് നമ്മൾ സിയൂസൊക്കെ എത്രയോ വർഷം, കോടിക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത് ദി മെൻ ഹൂ വെയർ ആൻഡ് ദി റെപ്റ്റിലിയൻ ബീയിങ്സ് തമ്മിലുള്ള യുദ്ധം. ഈജിപ്തിലും ഉണ്ട്. അതെ, ഈജിപ്തിലും ഉണ്ട്. ഈജിപ്തിൽ റാ എന്ന് പറയുന്ന സൺ ഗോഡ് ആയിട്ടുള്ള സാധനവും അപ്പപ്പ് എന്ന് പറയുന്ന റെപ്റ്റിലിയൻ ഗോഡും എന്ന് പറഞ്ഞാൽ തലയിൽ കൂടെ പാമ്പുകൾ ഓടുന്ന സാധനങ്ങളുള്ള ദൈവവും തമ്മിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പ്രീമോഡിയൽ മിത്താണ് അല്ലേ? ഇതെല്ലാം വെറും സ്റ്റോറീസ് ആണ് അല്ലേ? പ്രീ ഹിസ്റ്റോറിക് ബുൾഷിറ്റ്, റൈറ്റ്? നോ, ദീസ് ആർ നോട്ട് പ്രീ ഹിസ്റ്റോറിക് ബുൾഷിറ്റ്. എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ബ്രഹ്മ അല്ലെങ്കിൽ അബ്രഹാമിക് ഏഞ്ചൽ സപ്പോർട്ടേഴ്സ് ഇന്നും അത് നിലനിൽക്കുന്നു. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. വെസ്റ്റേൺ കൺട്രീസ് എടുക്കുക. അമേരിക്കൻ ഫ്ലാഗ് എന്താണ്? ഇറ്റ്സ് എൻ ഈഗിൾ, ഇറ്റ്സ് എ ഗരുഡ. ഓസ്ട്രിയൻ ഫ്ലാഗ്, ഇറ്റ്സ് എ ഗരുഡ. ജർമ്മനിയുടെ നാഷണൽ സിംബൽ ഗരുഡ. പോളണ്ടിന്റെ സിംബൽ ഗരുഡ. മെക്സിക്കോയുടെ നാഷണൽ ഫ്ലാഗ് എടുത്ത് നോക്കുക, ഗരുഡയാണ്. നിങ്ങൾ വെസ്റ്റേൺ UK നാഷണൽ സിംബൽ ഗരുഡൻ ഗാർഡിങ് വിത്ത് മറ്റേ ഇതും സ്റ്റാറും പിസ്റ്റലും തോക്കും. മെക്സിക്കോ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഏത് രാജ്യം എടുത്താലും അവരുടെ ഈ നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ സിംബലുകളിൽ ഒന്നാണ് അവരുടെ പുണ്യാളൻ കുതിരപ്പുറത്തൊരു കുന്തമായിട്ട് നിൽക്കുന്നത്. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആ പടം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക. ആ കുതിരപ്പുറത്തിരിക്കുന്ന പുണ്യാളൻ കുന്തം വെച്ച് താഴോട്ട് നോക്കുമ്പം ആ കുന്തത്തിൻ്റെ അവിടെ നിന്ന് സൂം ചെയ്ത് നോക്കുക. ആ കുന്തത്തിന് താഴെ ഒരു സെറാഫ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാമ്പുണ്ട്, ഒരു റെപ്റ്റിലിയൻ ബീയിങ് കാണും. പല പടത്തിലും പല രീതിയിലാണ് ആ പാമ്പെങ്കിലും ആ പാമ്പ് 100% കാണും. പുള്ളിയും ഫൈറ്റ് ചെയ്തേക്കുന്ന റെപ്റ്റിലിയൻസിനെയാണ് ആ കഥ. അപ്പോൾ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഹെമിസ്ഫിയറിൽ മൊത്തം ഈ ഗരുഡന്മാരുടെയും ഈഗിൾസിൻ്റെയും ചിറകുള്ള ജീവികളുടെയും പാമ്പിനെ കുത്തിക്കൊല്ലുന്നത് നാഷണൽ ഫ്ലാഗ് ആയിട്ടുള്ള മെക്സിക്കോയുടെ ഒക്കെയാണ്. വെസ്റ്റേൺ ഹെമിസ്ഫിയറിലോ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലോ നാഗാരാധന, ഇന്ത്യനിലെ നാഗാസ്, കാവുകൾ, നമ്മളുടെ ശിവൻ എന്തോ തലയുടെ മുകളിൽ പാമ്പുള്ളവൻ. ഹിന്ദുസിന്റെ വിഷ്ണു എന്ന് പറയുന്നത് 7 തലയുള്ള 7 ഹെഡഡ് സർപ്പന്റിന്റെ കൂടെ കിടക്കുന്ന ദൈവമാണ്. ഇറ്റ്സ് എ റെപ്റ്റിലിയൻ. ചൈനയുടെ നാഷണൽ ഫ്ലാഗ് ഡ്രാഗൺ, ഭൂട്ടാന്റെ നാഷണൽ ഫ്ലാഗ് ഡ്രാഗൺ. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് തടന്ന അതേ പാറ്റേൺ വെസ്റ്റേൺ ഹെമിസ്ഫിയർ, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ഇന്നും അതേ പ്രശ്നമാണ്. USA ഇപ്പോഴത്തെ ഏറ്റവും വലിയ എനിമി ആരാണ്? ചൈന. USA നാഷണൽ ഫ്ലാഗും ചൈനയുടെ നാഷണൽ ഫ്ലാഗും ഞാനിവിടെ കൊടുത്തേക്കാം. ഇംപ്ലോ ഒരു ഗരുഡനും ഒരു ഡ്രാഗനും ഇപ്പോഴും ഇവരാണ് എനിമീസ്. അപ്പോൾ ഈ വാർ കഴിഞ്ഞ 10,000 വർഷങ്ങൾക്ക് കൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരാണ് ഗ്രേറ്റസ്റ്റ് എനിമീസ്. അപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ ഇടയിൽ ഇതെന്താണ്, ഈ ഫ്ലാഗിൻ്റെ അർത്ഥം എന്താണ്? ചൈനയിൽ ഡ്രാഗൺ, ചൈനയുടെ ഫെസ്റ്റിവൽ എന്നൊക്കെ കാണുമ്പോൾ ഒരു ഡ്രാഗൺ റോഡിൽ കൂടെ ഒക്കെ ഓടുന്നത് നമ്മൾ കണ്ടു കാണും. എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നോ. അവരിത് കാണിക്കുകയാണ്, ഞങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇതാണെന്നാണ് അവർ പറയുന്നത്. ചൈനയുടെ ഒഫീഷ്യൽ ഹിസ്റ്ററിയിൽ, ഗവൺമെൻറ് ഡോക്യുമെൻറ്റിൽ അവർ പറയുന്നത് മനുഷ്യർ ഉണ്ടായതും നിലനിൽക്കുന്നതും ഡ്രാഗനിൽ നിന്നുണ്ടായ അമ്മയ്ക്കാണെന്നാണ്.
ഇത് ഞാനൊരു കിൻഡർ ഗാർഡനിൽ പോയി പറഞ്ഞാൽ ചിരിക്കും. പക്ഷെ ചൈനയിൽ ഇത് പറഞ്ഞ് നിങ്ങൾ ചിരിച്ചാൽ നിങ്ങൾ ജയിലില്ല. മനസ്സിലായോ? അവരുടെ യെല്ലോ എംപറർ എന്ന് പറയുന്ന സ്ത്രീ പ്രഗ്നന്റ് ആയത് ഡ്രാഗനിൽ നിന്നാണെന്നും ആ ഡ്രാഗൺ മുട്ടയിൽ മനുഷ്യൻ വിരിഞ്ഞെന്നുമാണ് പറയുന്നത്. അപ്പോൾ നമ്മളിത് പപ്പറ്റ്സ് ആയിട്ട് ഇതൊന്നും അറിയത്തില്ല, നമുക്ക് ഒരു ഹിസ്റ്ററിയെ പറ്റി നോ നോളജ്, നോ ഹിസ്റ്ററി. നമ്മൾ സത്യം പറഞ്ഞാൽ ഏദൻ തോട്ടത്തിലെ മണ്ടന്മാർ നമ്മളാണ്. നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള കോണ്ടിനെൻറ്റ്സ്, ഫിക്സ്ഡ് ആയിട്ടുള്ള സിറ്റീസ്, തോട്ടത്തിൻ്റെ അറ്റമാണ് നമ്മളുടെ കൺട്രീസിൻ്റെ വര. അവിടെ കിടന്ന് ജോലിക്ക് പോകുന്നു, ചിരിക്കുന്നു, ജോലിക്ക് പോകുന്നു, ചാവുന്നു. ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ ഇതേ ചെയ്യുന്നുള്ളൂ, ഞാനും ഇതേ ചെയ്യുന്നുള്ളൂ, ഇവളും ഇതേ ചെയ്യുന്നുള്ളൂ. ഇതിന് മുകളിലോട്ട് നമ്മളുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഈ ഫ്ലാഗും സർപ്പൻറ്റും ഒക്കെയാണ്. എന്ന് പറഞ്ഞാൽ അമേരിക്ക നമ്മളുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നുണ്ട്, ചൈന നമ്മളുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ലീഡേഴ്സ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയുമ്പോൾ നമ്മുടെ ലൈഫ് ഈസി ആകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. നമുക്ക് എണീക്കാൻ സമയമായി, ഇറ്റ്സ് ടൈം ടു വേക്കപ്പ്. അപ്പോൾ നിങ്ങൾ പോയി മഷടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഇതിനെപ്പറ്റി ചിന്തിക്കുക. ഞാൻ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കുക. ഡു യുവർ റീസെർച്ച്. അതെ, ഡു യുവർ റീസെർച്ച്. ഈ ഇത്രയും യുദ്ധങ്ങൾ ഇവിടെ നടക്കുമ്പോൾ, ഞാൻ ഇവൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇത്രയും യുദ്ധം ഇവിടെ നടക്കുമ്പോൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ചെറിയ സാധനമുണ്ട്, എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഐ നീഡ് 10 minutes. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങൾ, UN എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻ ഇസ് എ ഷിറ്റ് ഹോൾ. അതിന്റെ മലയാളം പറഞ്ഞാൽ സ്ട്രൈക്ക് വീഴത്തില്ല. എന്നാൽ അതൊരു തീട്ടക്കുഴി എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. എന്ന് പറഞ്ഞാൽ UNSC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞാൽ അവരുടെ പവർ, അല്ലെങ്കിൽ അവരെന്തിനാണ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ പീസ്. അവരുടെ, നിങ്ങൾ ചുമ്മാ UNSC ഗോൾ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, മെയിൻറ്റെയിൻ പീസ്, മെയിൻറ്റെയിൻ സെക്യൂരിറ്റി, ഇന്റർവീൻ വാർ. ലോകത്തൊരു യുദ്ധവും നടക്കാൻ സമ്മതിക്കത്തില്ല, ഒരാളെ പോലും കൊല്ലാൻ സമ്മതിക്കത്തില്ല. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് എക്കോണമീസ്, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യങ്ങൾ, ഏറ്റവും വലിയ ബോർഡർ ഉള്ള രാജ്യങ്ങൾ ഈ UNSCയിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മനസ്സിലാക്കുന്നത് തെറ്റാണ്. ലാർജസ്റ്റ് നേഷൻസ്, കോണ്ടിനെന്റ്സ്, ഇതൊന്നും UNSCയിലില്ല. ഇന്ത്യ ലാർജസ്റ്റ് ഡെമോക്രസിയാണ്, ലാർജസ്റ്റ് പോപ്പുലേഷൻ ആണ്, ഏറ്റവും കൂടുതൽ വളരുന്ന, ഏറ്റവും ലെവറേജ് ഉള്ള രാജ്യമാണ്. UNSCയിൽ പെർമനന്റ് മെമ്പർ അല്ല. എൻറ്റയർ ആഫ്രിക്കൻ കോണ്ടിനെന്റ്, ഒരു കോണ്ടിനെന്റിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള, ഏറ്റവും ലാൻഡ് മാസ് ഉള്ള, ഒരു റിച്ച് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് നടക്കുന്ന കോണ്ടിനെന്റിൽ നിന്ന് UN സെക്യൂരിറ്റി കൗൺസിൽ പെർമനന്റ് മെമ്പർ ഇല്ല. ബ്രസീൽ ലാർജസ്റ്റ് കൺട്രിയാണ് ലാറ്റിൻ അമേരിക്കയിലെ, ഏറ്റവും കൂടുതൽ ലാറ്റിൻ അമേരിക്കൻ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്, UNSCയിൽ ഇല്ല. ജപ്പാൻ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ വേൾഡ് വാറിന് ശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്, UNSCയിൽ ഇല്ല. ജർമ്മനി എന്താ പറയുന്നത്, ഏറ്റവും വലിയ യൂറോപ്പിലെ സ്ട്രോങ്ങസ്റ്റ് എക്കോണമിയാണ്. എല്ലാ കാര്യങ്ങളും ഇപ്പം പണ്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ നേരെ ഉൾട്ടയാണ് ഇപ്പോൾ ജർമ്മനി. അവർ UNSCയിലില്ല, പെർമനൻ്റ് ആയിട്ടില്ല. ഇവരൊന്നുമില്ല. ഇനി ആരൊക്കെ ഉള്ളതെന്ന് ഞാൻ പറയാം കേട്ടോ. ചൈന, ഫ്രാൻസ്, റഷ്യ, UK, US, 5 പേരാണ് ഇതുള്ളത്. ഇനിയും ഈ 5 പേര് ലോകത്തിൻ്റെ പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി ഒരു ക്ലബ്ബ് ഇല്ല, ഒരു ക്ലബ്ബ് ഉണ്ടാക്കി തരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇന്ത്യ എന്ന രാജ്യം എടുക്കുക, ലോകത്തിന് പകരം ഇന്ത്യ എന്ന രാജ്യം എടുക്കുക. വിജയ് മല്യ, അംബാനി, അദാനി, പിന്നെ ഏതെങ്കിലും 2 കാശുകാരന്മാരും കൂടി ഇന്ത്യ മുഴുവൻ പീസ് ഉണ്ടാക്കാനാണെന്നും പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ രക്ഷിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട്, വിജയ് മല്യ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളനാ, അംബാനി അദാനി കള്ളന്മാരാണെന്നാണ് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത്. ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവർ ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. നിങ്ങളിത് വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പാടാണ്. കാരണം കള്ളന്മാരെങ്ങനെയാണ്, കള്ളന്മാരുടെ കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുമോ? പറ്റും. കാരണം ഇറ്റ്സ് സൂൺ കമ്മിങ്. ഇന്ത്യയിലും പുതിയൊരു ഇതുപോലുള്ള സാധനം വരുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, നമ്മളെല്ലാം വളരെ വളരെ ഡമ്പായിട്ടുള്ള ആളുകളാണ്. ഡമ്പെന്ന് പറഞ്ഞാൽ എന്താ അറിയാവോ? ഈ UNSC ഇന്ത്യ എന്താ പെർമനന്റ് മെമ്പർ ആക്കാത്തതിന്റെ കാരണം അറിയാമോ? അതെ, ഇച്ചിരിയെങ്കിലും വോക്കായിട്ടുള്ള നമ്മൾ മാത്രമല്ല, അവർ പറയുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഹൈലി അൺസ്റ്റേബിൾ രാജ്യമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ഏകദേശം 45 മുതൽ 100 വരെ 45 to 100 ആളുകളെ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കിലൂടെ പാകിസ്ഥാനിലും ചൈനയിലും ഒക്കെ കൊന്നിട്ടുണ്ട് എന്നാണ്
ഇന്ത്യ പറയുന്നത്. വളരെ വലിയ കാര്യമാണ്. ഓക്കെ, ഇനി UNSC മെമ്പറാണ് ഇത് പറയുന്നത്. UNSC മെമ്പർഷിപ്പ് കിട്ടാനുള്ള യോഗ്യത എന്താണെന്ന് ഞാൻ വായിച്ചു തരാം. ഇത് ഞാൻ പറയുന്നതല്ല, കോസ്റ്റ് ഓഫ് വാർ പ്രോജക്റ്റ്, ബ്രൗൺ യൂണിവേഴ്സിറ്റി, USA ആൻഡ് UK ഒറിജിനൽ മെമ്പർഷിപ്പാണ്, ഒറിജിനൽ സ്റ്റഡി ഇതാണ്. അവർ തന്നെ ഉണ്ടാക്കിയ ഗവൺമെൻറ് വെളിവിട്ട കണക്കാണ്. UNSC പെർമനൻറ്റ് മെമ്പർഷിപ്പ് കിട്ടാനുള്ള യോഗ്യത ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അമേരിക്കയുടെ 45 lakhs കിൽഡ്, 45 ലക്ഷം പേരെ കൊന്നു. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ, യമൻ, ഈ 45 ലക്ഷത്തിൽ 20 ലക്ഷം പേരും വുമൺ ആൻഡ് ചിൽഡ്രൻ ആണ്. USA ഈസ് ദി ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് പെർമനൻറ്റ് മെമ്പർ ഓഫ് UN സെക്യൂരിറ്റി കൗൺസിൽ. ഈ കണക്ക് ഞാൻ എടുക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? 2000-ന് ശേഷമാണ്. UNSC തുടങ്ങിയിട്ട് 40 വർഷത്തിന് ശേഷം കൊന്ന കണക്കാണിത്. ഈ കണക്കിനകത്ത്, ഈ 45 ലക്ഷം എന്ന് പറയുന്ന കണക്കിനകത്ത് സെക്കൻഡ് വേൾഡ് വാറും ഫസ്റ്റ് വേൾഡ് വാറും അമേരിക്കയുടെ ഏറ്റവും വലിയ തലതല്ലായ്മ ആയ വിയറ്റ്നാം വാറും ഉൾപ്പെട്ടിട്ടില്ല. ഇത് സർജിക്കൽ സ്ട്രൈക്സ്, ഇറാൻ സർജിക്കൽ സ്ട്രൈക്ക്, യമൻ സർജിക്കൽ സ്ട്രൈക്സ്, കാഷ്വാലിറ്റി വന്ന ആളുകൾ പറയും കാഷ്വാലിറ്റി ഈസ് 20,000. ജപ്പാനിൽ നൂക്കിട്ടവന്മാരാ, അതും ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. 45 ലക്ഷം പേരെ കൊന്നവരാണ് ഫസ്റ്റ് റാങ്ക്. ഇനി സോവിയറ്റ് യൂണിയൻ 26,60,000 പേരെയാണ് 2000-നല്ല UNSC ചേർന്നതിന് ശേഷം സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ കൊന്നത്. ഫ്രാൻസ് മിഡിൽ ഗ്രൗണ്ട് ആണ്, 20 തൊട്ട് 33 ലക്ഷം വരെ. കറക്റ്റ് അറിയത്തില്ല, 33 lakhs ഒക്കെ ഉള്ളൂ. 33 ലക്ഷം പേരെയാണ് കൊന്നേക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഗ്രേറ്റ് ബ്രിട്ടൻ ഏകദേശം 40 to 66 lakhs കൊന്നിട്ടുള്ളൂ മൊത്തത്തിൽ. അത് മൊത്തത്തിലുള്ള, എനിക്കൊന്ന് ഫ്രാൻസും ഗ്രേറ്റ് ബ്രിട്ടനും മൊത്തത്തിലുള്ള കണക്കാന്ന് തോന്നുന്നു. പക്ഷേ 45-ന് ശേഷമാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും പേരെ കൊന്നതാണ് നമ്മളുടെ UNSCയിൽ കയറാനുള്ള യോഗ്യത എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 45 പേരെ കൊന്ന ഇന്ത്യയെ അവർ കയറ്റുന്നില്ല. കാരണം ഇന്ത്യ ഹൈലി അൺസ്റ്റേബിൾ, സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് നിങ്ങൾ തൊലച്ച് കളയും. ഇനിയും ഇത്രയും പേരെ കൊന്നത് മാത്രമല്ല, ഇനിയും വേറെ 2 കാര്യം കൂടെ പറഞ്ഞാൽ നിർത്താം. ബറാക്ക് ഒബാമ നോബൽ പ്രൈസ് വിന്നറാണ്. പുള്ളിയുടെ സ്കോർ എത്ര അറിയാവോ? 4.5 ലക്ഷം to 9 ലക്ഷം പീപ്പിൾ കിൽഡ്. ഒബാമ ഐ ബിലീവ് കിൽഡ് മില്യൻസ് ആണ് കിൽ. അയ്യോ, ഇത് നോബൽ പ്രൈസ് കിട്ടിയാവോ 8 വർഷത്തെ. 8 വർഷം കൊണ്ട് അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, സിറിയ എന്നുള്ള രാജ്യങ്ങളിൽ 9 ലക്ഷം പേരെ ബോംബിട്ട് കൊന്നു. ബേസിക്കലി ഒബാമ മില്യൻസ് എന്ന് പറഞ്ഞാൽ ഒബാമ മാത്രം 20 ലക്ഷം പേരെ കൊന്നെന്നും അതിൽ 10 ലക്ഷം പേര് ചിൽഡ്രൻ ആൻഡ് വുമൺ ആണെന്നുമാണ് കണക്ക്. ഇത് ഞാൻ പറയുന്നത് അമേരിക്കയുടെ കണക്കാണ്, സ്റ്റഡി, അമേരിക്കൻ ഗവൺമെന്റിന്റെ സ്റ്റഡിയാണ്. 9 ലക്ഷം പേരെ കൊന്നുകൊണ്ട് പുള്ളിക്ക് നോബൽ പ്രൈസ് വിന്നർ കൊടുത്തു. നോബൽ പീസ് പ്രൈസ് ആണ് കൊടുത്തത്, നോബൽ പ്രൈസ് അല്ല, നോബൽ പീസ് പ്രൈസ്, സമാധാനത്തിന്റെ നോബൽ പ്രൈസ്. സെർച്ച് ചെയ്ത് നോക്കുക. ഹെൻറി കിസ്സിംഗർ, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, 1973 നോബൽ പീസ് പ്രൈസ് കിട്ടി. പുള്ളിയുടെ സ്കോർ എത്ര അറിയാവോ? 20 ലക്ഷം to 30 ലക്ഷം. കറക്റ്റ് കണക്കില്ല. സ്കോർ എന്ന് പറഞ്ഞാൽ കൊന്ന ആളുകളുടെ എണ്ണമാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ഹൈ സ്കോർ കിട്ടിയത് വിയറ്റ്നാമിലാണ്, 15 ലക്ഷം പേരെ. അത് പുള്ളിക്ക് കറക്റ്റായിട്ട് അറിയാം. മനസ്സിലായോ? USA-ക്ക് ഇപ്പൊ എന്താണ് വേണ്ടതെന്ന് അറിയാവോ? ഗ്രീൻലാൻഡ്. ഇപ്പം ഇത്രയും ചെയ്തിട്ട് ഈ ചെറ്റകൾ ഇപ്പൊ പറയാണ് ഇനി USA-ക്ക് ഗ്രീൻലാൻഡ് വേണം, USA-ക്ക് വെനസ്വേല വേണം, USA-ക്ക് ക്യൂബ വേണം, ബ്രസീൽ വേണം, ഇന്ത്യ വേണം. ഇത്രയും സാധനങ്ങളും ഇനിയും അമേരിക്കയ്ക്ക് വേണം. ഈ നമുക്ക് ഈ കൂടുതൽ ഈ ചാനലിൽ ജിയോ പൊളിറ്റിക്കൽ എപ്പിസോഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം. പെർസ്പെക്റ്റീവ് അൺഫിൽട്ടേഡ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ്സിനെ കുറ്റം പറയും, നമ്മൾ ഇന്ത്യൻ ഒപ്പോസിഷനെ കുറ്റം പറയും, നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറയും. പാകിസ്ഥാൻ നല്ല കാര്യം ചെയ്തെങ്കിൽ അതും പറയും. അമേരിക്ക ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇസ്രായേൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് നമ്മൾ പറയുന്നത് കണക്ക് വെച്ചാണ് നമ്മൾ പറയുന്നത്. അൺഫിൽട്ടേഡ് ആയിട്ട് നമ്മളുടെ ക്ഷമയോ അല്ലെങ്കിൽ പച്ചയായ സത്യങ്ങളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ അല്ലേ താല്പര്യമുണ്ടെങ്കിൽ നമ്മളോട് കമൻസിൽ പറയാം. നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്സ് ആണ് ഇൻട്രസ്റ്റ് എന്ന് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ എത്ര മലയാളികൾക്ക് അറിയാം ഡയമണ്ട് നെക്ലസ്. യെസ്, എക്സാക്ട്ലി. നിങ്ങൾക്ക് ആൻഡമാൻ ഈസ് സോ സ്ട്രാറ്റജിക്കലി. അതെ, ഈ ആൻഡമാനിലെ പ്രശ്നം എന്താണ്, ഡയമണ്ട് നെക്ലസ് എന്താണ്, ദ സ്ട്രിങ് ഓഫ് പേൾസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾക്ക് അറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അതിനെപ്പറ്റി കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഞങ്ങളുടെ പെർസ്പെക്റ്റീവിൽ, ഞാൻ പറഞ്ഞില്ലേ പച്ചയായ കാര്യം പച്ച പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളോട് പറയാം, കമൻസിൽ ഞങ്ങളെ അറിയിക്കുക. എന്തൊക്കെ നടന്നാലും എനി വാർ ഹാപ്പൻസ്,
there are reasons why US will never fail. അതെ അതെ അതിപ്പോ റഷ്യയും ചൈനയും കൂടെ ഒരുമിച്ച് അടിച്ചാലും they won't fall. അതെ അതെ അത് 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 വളരെ സത്യമായ ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് യുഎസിന്റെ മിലിറ്ററി പവർ. They have 11 aircraft carriers. ഇന്ത്യ ഹാവ് 2 and Russia and China compared have 4. like that's പിന്നെ ഇവർക്ക് എത്ര ന്യൂക്ലിയർ പവർ സബ്മറീൻസ് ഉണ്ടെന്ന് അറിയത്തില്ല. പിന്നെ അന്റാർട്ടിക്ക അല്ലെങ്കിൽ ഐസ്വാളിന് അപ്പുറം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ആൻഡ് വൈ ഗ്രീൻലാൻഡ് ഇസ് സോ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പം ഗൈസ് ഇറ്റ്സ് റെയർ എർത്ത് മിനറൽസ്. റെയർ എർത്ത് മിനറൽസ് മാത്രമല്ല, അത് ഭയങ്കര സ്ട്രാറ്റജിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഗ്രീൻലാൻഡ് ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ലാൻഡ് മാസ്, ലോകത്തിലെ 7ാമത്തെ വലിയ ലാൻഡ് മാസ് ആണ്. പക്ഷെ അത് വെറുതെ കിടക്കുവാണ് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിയും വലിയൊരു ഫൈറ്റിംഗ് ഗ്രൗണ്ട്, അതിനെക്കാട്ടിയും വലിയൊരു മിസൈൽ സിലോസ് എന്ന് പറഞ്ഞാൽ US-ന് വേണമെങ്കിൽ ഗ്രീൻലാൻഡ് എടുത്തിട്ട് 150 മിസൈൽ സൈലോസ് ഉണ്ടാക്കി വെക്കാം. ഇനിയും ലോകത്തെ എല്ലാവരും കൂടെ ഗ്രീൻലാൻഡിൽ അറ്റാക്ക് ചെയ്ത് എല്ലാ മിസൈൽ സൈലോസ് പൊട്ടിച്ചാലും 10 അല്ലെങ്കിൽ 1000 സോൾജേഴ്സേ മരിക്കത്തുള്ളൂ. US-ന് ഫൈറ്റ് ചെയ്യാൻ വേറൊരു ബാഗ് വേണം. ഞങ്ങൾ അമേരിക്കൻ മിസൈൽ സൈലോസ് ന്യൂയോർക്കിലും മാൻഹാറ്റനിലും കൊണ്ടുവച്ചാൽ ന്യൂയോർക്കും മാൻഹാറ്റനുമാണ് ടാർഗറ്റ് എനിമീസിൻ്റെ. ആ ഒരു കാര്യം വരുന്നുണ്ട്. പിന്നെ ആർട്ടിക്, നോർത്ത് പോളിലേക്കുള്ള കാര്യങ്ങൾ, ഇതിനെ പറ്റിയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മളത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും പറയുന്നത് ഡീപ്പായിട്ട് പോകുന്നില്ല. സോ ഗൈസ്, ഈ ഒരു എപ്പിസോഡ് ഒരു കൺസ്ട്രക്റ്റീവ് മെത്തേഡിൽ ഞങ്ങൾ നറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആൻഡ് ഇറ്റ് വാസ് ബേസിക്കലി സ്റ്റോറി ടെല്ലിംഗ്. നിങ്ങൾക്ക് ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് പറഞ്ഞു തരുമായിരുന്നു. സോ യു ഗൈസ് ലൈക്ഡ് ഇറ്റ്. അതേപോലെ ഒരുപാട് ജിയോ പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇഫ് യു ഗൈസ് want to do it, so let us know in the comment section. നിങ്ങൾക്ക് ജെന്യുവിൻ ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ സ്റ്റിക്ക് ടു ദ സെയിം തിങ് എങ്ങനെയാണ് എന്നുള്ളത് ലെറ്റ് us know. കാരണം കമൻസിലൂടെ മാത്രമാണ് നമ്മൾ കാണുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ 600 പേരെന്തോ ഉണ്ട്, പക്ഷെ നമുക്ക് ഏകദേശം 6000 വ്യൂവേഴ്സ് ആവറേജ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മളോട് സംസാരിക്കുക, ജസ്റ്റ് ഒരു തോട്ട് പറഞ്ഞാൽ മതി, ഒരു 2 സെൻറ്റൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക, എന്താണ് എന്നൊന്ന് കാര്യം പറഞ്ഞിട്ട് പോവുക. നിങ്ങൾ ലൈക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ലെറ്റ് us know. Yeah, so we'll wind up. So guys, that's it. Sri here guys. Talk to you guys later. Love you. Bye. Bye.